എല്ലാവർക്കും ബെറ്റിൽ മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൃശ്ശൂർ പ്രസിദ്ധമായ ബോർണത്താലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ബോർണത്താലയുടെ എല്ലാവിധ ആശംസകളും ബോർണത്താലയുടെ വിശേഷങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. ശേഷം വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു. എൻ്റെ പേര് അഖിൽ എന്നാണ്. വീട്ടുപേര് ചുങ്കത്ത്, വീട് ഒല്ലൂരാണ്. എൻ്റെ പേര് മിനുൽ, വീട്ടുപേര് വാളനാംകുടിയിൽ, വീട് വെള്ളാനിക്കോടാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ചെറിയൊരു ക്രിസ്മസ് ആഘോഷമാണ് ബോർണത്താല. തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും ഒരു 16,000-15,000 പാപ്പന്മാർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയും നിരവധി പ്ലോട്ടുകളൊക്കെ അണിനിരക്കുന്ന ഒരു ആഘോഷമാണ് ബോർണത്താല. തൃശ്ശൂർ രൂപതയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള കുളപ്രദേശം ചേട്ടന്മാരും രൂപതയിലുള്ള മറ്റംഗങ്ങളൊക്കെ ഇതിന് നേതൃത്വം നൽകുന്നു. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ നേരുകയും ജ്ഞാനജാതി ഭേദമന്യേ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്ന ചെറിയൊരു ഉത്സവമാണ് ബോർണത്താല. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി ബോർണത്താല ആഘോഷിക്കുക. കാണാൻ ഞങ്ങൾക്ക് ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് 10,000-ലധികം വരുന്ന പാപ്പകൾ ഒരുമിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷത്തിന് ഇതിനേക്കാൾ മറ്റൊരു മാറ്റുകൂട്ടുന്നത് എന്തൊരു കാഴ്ചയാണുള്ളത്. തീർച്ചയായിട്ടും 120 ഇടവകളിൽ നിന്നായി ഏകദേശം 10,000-ലധികം പാപ്പന്മാർ ഒരിക്കൽ കൂടി എത്തുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള 13 പോട്ടുകളുടെ തൃശ്ശൂരിനെ ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരി എന്നുള്ള തിരികെക്കുറി ചാർത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സെൻറ് തോമസ് കോളേജിൽ നിന്ന് തുടങ്ങി വയ്ക്കുന്ന യാത്ര തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം മണിക്കൂറുകളായി ഈ ഒരു ദൃശ്യ വിസ്മയം കാണാൻ കാത്തു നിൽക്കുന്ന 10,000-ങ്ങളാണ് തൃശ്ശൂർ ടൂറിസ്റ്റ് സെൻട്രൽ റൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. രാഷ്ട്രീയ പ്രമുഖരും അതിനേക്കാൾ ഉപരിയായി ആഘോഷത്തിൻ്റെ നാനാജാതി മതസ്ഥരായ കാര്യത്തിൽ ഒരു സംശയമില്ല. ആ വിസ്മയ കാഴ്ചകൾക്കായി അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ മെഴുകുറുക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തൃശ്ശൂരിൻ്റെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 27 ഒരു ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ 10,000-ലധികം പാപ്പന്മാരും 13-ലധികം വരുന്ന പ്ലോട്ടുകളും ഒരിക്കൽ കൂടി നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കാഴ്ചകളിലേക്ക് എണ്ണം കാതുമോനെ പോലെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകളിലേക്ക് കാഴ്ച വിസ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഈ ഒരു സമയം. സെന്റ് തോമസ് കോളേജിൽ ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ട ബോർണത്താലയുടെ പ്രഥമ നിര ഇതാ എത്തിക്കഴിഞ്ഞു. ജില്ലാശുപത്രിക്ക് സമീപം എത്തിക്കഴിഞ്ഞു. കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്വരാജ് റൗണ്ടിലെ ടാറിട്ട റോഡിൽ നിന്ന് പരമാവധി പുറത്തേക്ക് മാറി കാണികൾ നിലകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിവിധ സമയങ്ങളിൽ ബോർണത്താലയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളും ഡാൻസുകളും അരങ്ങേറാനുള്ളതുകൊണ്ട് തന്നെ ടാർ റോഡിൽ നിന്ന് പരമാവധി മാറി ഇരുവശങ്ങളിലെ ഫുട്പാത്തുകളിലേക്ക് കയറി കാണികൾ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാദ്യമായി സ്കേറ്റിംഗ് പാർശ്വമ ജില്ലാശുപത്രിക്ക് മുന്നിൽ ഇതാ ബോർണത്താലയിൽ അണിനിരക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങളായി സ്കേറ്റിംഗ് രംഗത്ത് പരിശീലനം സിദ്ധിച്ച പ്രിയ വിദ്യാർത്ഥി അതിനെ അവർ നിങ്ങോട്ട് 2025 നിൽക്കുമ്പോൾ 13-ാം പതിപ്പിലും ഓരോ വർഷവും
ഒരു പുതുമുഖമായിട്ടാണ് നമ്മൾ പൂർണ്ണതയെ വരവിക്കുന്നത്. പ്രായഭേദമന്യേ ഇന്ന് സ്വരാജ് മോഡലിൻ്റെ ആദ്യം സ്കേറ്റിംഗ് പാപ്പന്മാരെ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാവും ഏത് പ്രായം മുതൽ ഇതിലൊരു ആവേശവും ആരവവും ഒരേ സമയം നമ്മുടെ കഥകളിലും കാലുകളിലും അവരുകൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്. കുറേ ദിവസങ്ങളായി ഈ ഒരു ആഘോഷ ദിവസത്തിൻ്റെ ആഘോഷതാവൻ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ജില്ലയുടെ നാനാഭാഗത്തുള്ള പാപ്പന്മാർ തയ്യാറെടുപ്പുകളിൽ നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരേ താളബോധത്തോടെ ഒരേ ആഘോഷത്തിൻ്റെ മനോഭാവത്തോടുകൂടി തന്നെ പല സമീപമായിട്ടാണ് അതിനെ സ്കേറ്റിംഗ് പാപ്പന്മാരോടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഒരൊക്കെ റിക്വസ്റ്റ് കൂടെ ഇതിനൊപ്പം തന്നെ ഏൽപ്പിച്ചോട്ടെ. കാരണം ഈ പാപ്പന്മാരുടെ എണ്ണത്തോട് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധത്തല സോങ്ങിനൊപ്പം നൃത്തം ചെയ്യേണ്ടതുണ്ട്. തൃശ്ശൂർ റൗണ്ടിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾ പതിനായിരങ്ങൾ വർദ്ധിക്കും തോറും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളത് ഓരോ നാടികളുടെയും നിങ്ങൾ സംഘാടകർ കൂടിയാണ് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കാരണം നിങ്ങൾക്ക് മികച്ച കാഴ്ച ഉറപ്പുവരുത്തണമെന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ റൗണ്ടിൽ ഏറ്റവും ചേർന്ന് നിൽക്കുക. പക്ഷേ എത്രത്തോളം നിങ്ങൾ ചേർന്ന് വരുന്നു അത്രത്തോളം തന്നെ പാപ്പന്മാർക്ക് അവർ നൃത്തം ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയായിരിക്കും ഇല്ലാതാവുക. സോ ഏറ്റവും ഇതിൻ്റെ ഭാഷയിൽ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പാപ്പന്മാർ റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കൃത്യമായി ഏറ്റവും മനോഹരമായിട്ടുള്ള നയമനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തൃശ്ശൂർക്കാരുടെ ഇന്ന് പൂർണ്ണതായുടെ ഭാഗമായിട്ട് റൗണ്ടിൽ ഒത്തുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണെന്നുള്ളത് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ നമ്മുടെ ക്ലാസ്സിൻ്റെ ഗ്രാമമാകുന്നു. പാപ്പന്മാർ ഓരോന്നായി ഒരുക്കുന്നതിന് വേണ്ടി ശക്തന്റെ സ്വന്തം റൗണ്ടിൽ ആഘോഷത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്നേഹപൂർവ്വം ആഘോഷാരങ്ങൾ വ്യക്തികൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്വീകരിക്കാം. 2013 തൃശ്ശൂർ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിൽ ഗ്രാമത്തെ അനുസരിച്ച എളിയ ഒരു ആശയം ക്രിസ്മസ് ഫെസ്റ്റ് അത് 2013 ഡിസംബറിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. മേരി ക്രിസ്മസ് എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്ന് ബോണസായ എന്ന പദം നിർവഹിച്ചെടുത്തത് അഭിനന്ദിയ തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനും ബോണസായയുടെ ഹൃദയമായിട്ടുള്ള അഭിനന്ദന്മാർ ആൻഡ്രൂസ് താഴത്തിൽ ഗ്രാമമാണ്. അതേ വർഷം തന്നെ തൃശ്ശൂർ നഗരസഭയുമായി ചേർന്ന് കോർപ്പറേഷനുമായി ചേർന്ന് പൗരാവലിയുടെ നേതൃത്വത്തിൽ വിപുലമായി 2013 മുതൽ ഇന്ന് 13ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന പൂർണ്ണതായ ആഘോഷം ക്രമീകരിച്ചു വരികയാണ്. 2014 ഗിന്നസ് റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ട് 18,112 പാപ്പമാരുമായി 2014 പൂർണ്ണതായ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. പൂർണ്ണതായയുടെ ആദ്യ നിലയിൽ ചില സ്കേറ്റിംഗ് പാപ്പമാർ ഇതിനകം തന്നെ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക വിദ്യയുടെ പരിസമാപ്തി എന്നോണം റോബോട്ടിക് പാപ്പ ഇതാ സ്വരാജ് റൗണ്ടിൽ നിലാശക്തിക്ക് സമീപം എത്തിച്ചേർന്നിട്ടുണ്ട്. സ്കേറ്റിംഗ് പാപ്പമാർക്ക് തൊട്ടുപുറകിലായി തന്നെ ഇതാ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി റോബോട്ടിക് പാപ്പ ജനഹൃദയങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് പുതിയ അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പാപ്പ റോബോട്ടിക് പാപ്പ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ടീമിനെ നന്ദിയോടെ ഓർക്കുന്നു. ഹൃദയാഭിവാദ്യങ്ങൾ. ഓരോ വർഷവും പൂർണ്ണത്താലെ വന്നു ചേരുന്നു. സ്വാഭാവിക നാടുകൾക്ക് ആഘോഷാരത്തിനൊപ്പം ഒരുപാട് ചെറുതലുണ്ട്. ഇപ്രാവശ്യം എന്ത് പുതുമയാണ് പൂർണ്ണത്താലെ കാത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ആദ്യമേ തന്നെ അവിടെ എനിക്ക് കാണാൻ സാധിക്കുമെന്നത് തന്നെയാണ്. കാരണം ഈ വർഷം എല്ലാ വർഷവും ഓരോ വർഷങ്ങളിലെല്ലാം 10,000-ലധികം പാപ്പമാർ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ആ പാപ്പമാർ ആഗമനം ചെയ്തു തന്നെ സാങ്കേതികവിദ്യയുടെ ഏറ്റവും ഉൾക്കൊള്ളുമായി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് നയിക്കുന്ന റോബോട്ടിക് പാപ്പ തന്നെയാണ്. ഓരോ വർഷവും പുതുമ പാപ്പമാരിൽ മാത്രമല്ല റോഡുകളിലും ഏറ്റവും സജീവമായിട്ടുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ പൂർണ്ണതല 2025 ഗ്രൂപ്പിൽ ആകർഷണമാകുന്നു നിങ്ങളുടെ ആദ്യ ഒത്തുകാലം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ അറിയിക്കട്ടെ. അതിനൊപ്പം തന്നെ നമ്മുടെ കാണികളും ഓരോ നിമിഷവും റൗണ്ടിലേക്ക് ക്രമാതീതമായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ കാഴ്ചയ്ക്കൊപ്പം തന്നെ ഏറ്റവും അവർക്ക് സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പോലീസ് സേനയ്ക്കും ഒപ്പം വളരെ സേനയ്ക്കൊപ്പം നിർവഹിക്കുന്ന ഉത്തരവാദിത്തമാണെന്നുള്ളത് ഓർമ്മിച്ചുകൊടുത്തെ
നമ്മുടെ ആദ്യത്തെ റോബോട്ടിക് പാത്താണ് ലോകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മറ്റൊരു ശിവസ്മയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇതാ റോബോട്ടിക് പാപ്പയ്ക്ക് തൊട്ടുപുറകിലായി തിരുക്കുടുംബം കോട്ട് കുതിരവണ്ടിയിൽ നമ്മോടൊപ്പം അണിചേരുന്നു. വൈവിധ്യങ്ങളായിട്ടുള്ള 13ഓളം ഫ്ലോട്ടുകളാണ് ഈ വർഷത്തെ പ്രത്യേകത. 13ഓളം ഫ്ലോട്ടുകൾ വൈവിധ്യങ്ങളായിട്ടുള്ള കാണികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവായി സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലേക്ക് പരമാവധി ഫുട്പാത്തിനോട് ചേർന്നുള്ള ഭാഗം ഇക്കാര്യത്തിനായി നിങ്ങൾക്ക് കാണുന്നത് ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പരമാവധി റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് ഫുട്പാത്തിലേക്ക് ചേർന്ന് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി നിങ്ങളുടെ കാതുകളിലേക്ക് പൂർണ്ണത്തല ഒരു ആഘോഷവാനവും എത്തുന്നൊരു സമയം കൂടിയാണ്. പൂർണ്ണത്തല 2025 അതിൻ്റെ ആഘോഷത്തോടുകൂടി തന്നെ പൂർണ്ണത്തല സമം ഇനി നിങ്ങളിലേക്ക് എത്തും. പക്ഷെ അതിനൊപ്പം തന്നെ സ്വരാജ് റൗണ്ടിൽ കുറേ കൂടി സ്ഥല സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന പാപ്പമാർക്കെല്ലാം ഡാൻസ് ചെയ്യാനുള്ള സമയം കൂടിയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. സ്വരാജ് റൗണ്ട് 2 ഭാഗത്തേക്കായി കാണികൾ നീക്കി നിൽക്കണമെന്ന് ഏറ്റവും കൃത്യമായി
സമീപം ഇതിനകം പ്രവേശിച്ചു കഴിഞ്ഞു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇന്ന് ഈ അനൗൺസ്മെന്റ് പോയിന്റിൽ ഹോണതാരം നേരിട്ട് കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മുൻനിരയിൽ ഹോണതാരയുടെ ചീഫ് ബാറ്റർമാരായ ഏകനായ തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആംബ്രോസ് കാള്, ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രിയങ്കരിയായ മേയർ ശ്രീമതി ഡോക്ടർ നിധി ജസ്റ്റിൻ, ബഹുമാനപ്പെട്ട പെട്രോളിയം സഹമന്ത്രി, കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, കേരള റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ അവർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ള വലിയ VIP നിര, മന്ത്രി നിര തന്നെ, ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ഇന്ന് ഈ ഹോണതാരയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട്. VIP നിരക്ക് തൊട്ടുപുറകിലായി വീൽചെയർ ഭാഗമാക്കിയാണ് ചെയ്യുന്നു. VIP നിരക്ക് മുമ്പിൽ ഡ്രോണിൽ ക്രിസ്മസ് ബാബ ഈ വർഷത്തെ തൃശ്ശൂർ അതിരൂപത തൃശ്ശൂർ കോർപ്പറേഷനുമായി സംയുക്തമായി നടത്തുന്ന ഹോണതാര 2020 അവിഭാജ്യ ഘടകമായിട്ടുള്ള ഡ്രോൺ ബാബ, ഡ്രോൺ സാന്റാ ക്ലോസ് ഇതാ VIP നിരക്ക് തൊട്ടുമുൻപിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സാങ്കേതിക സപ്പോർട്ട് നൽകിയ ബാബയും ഇതാ ഈ വർഷത്തെ 2020 ഹോണതാരയിൽ അണിനിരന്നു. ഭൂതരാജാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഒട്ടകവുമായി ഇതാ ഫ്ലോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഡാൻസിംഗ് ടീം തയ്യാറായി കഴിഞ്ഞു. വൈവിധ്യങ്ങളായിട്ടുള്ള ഫ്ലോട്ടുകൾ തൃശ്ശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ ഇടവകളിലുള്ള ഏകദേശം 10,000 വരുന്ന ക്രിസ്മസ് സാന്റാ ക്ലോസുമാരും ഇന്ന് 2020 ഹോണതാരയുടെ അവിഭാജ്യ ഘടകമാകാൻ ഇരിക്കുകയാണ്. 2014 12,112 ക്രിസ്മസ് സാന്റാ ക്ലോസുമാരായി ആരംഭിച്ച 2013 ആരംഭിച്ചെങ്കിൽ 2014 ഭാഗമാവുന്ന സർവകാല റെക്കോർഡ് ഇന്നും ലോകത്ത് ഭേദിക്കപ്പെടാതെ നിൽക്കുന്നു. തൃശ്ശൂർ പൗരാണിയുടെ പേരിൽ, തൃശ്ശൂർ അതിരൂപതയുടെയും തൃശ്ശൂർ കോർപ്പറേഷന്റെയും പേരിൽ ഭേദിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളത് തൃശ്ശൂരിനെ, തൃശ്ശൂർ പേരൂർ നഗരത്തിന് എന്നും ആത്മാഭിമാനമുള്ള, ആത്മസംതൃപ്തിയുള്ള, സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കൽക്കൂടി തൃശ്ശൂർ പേരുടെ ആഘോഷ രാജകീയ രീതിയിലേക്ക് ഒരുപക്ഷെ മലയാളക്കാരുടെ ക്രിസ്മസ് ആഘോഷമായി കാത്തിരിക്കാൻ നൽകുമ്പോൾ എന്തുകൊണ്ട് തൃശ്ശൂർ പേരൂർ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായി ഒരിക്കൽ കൂടിയായി 2025 പൂർണ്ണതയുടെ 13ാമത്തെ 10,000-ലധികം വരുന്ന പട്ടണങ്ങളുമായി ആഘോഷത്തിന്റെ ആലോചനത്തിൽ ഒരിക്കൽ കൂടി മാറ്റുകയാണ്. തീർച്ചയായിട്ടും
എത്രയും പെട്ടെന്ന് അല്പം സ്പീഡിൽ ശ്രദ്ധിക്കുന്നു. അതുപോലെ ജയിക്കബ് ക്ലോസായിട്ട് കണ്ടാണ് ഇതാ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ ജയിക്കബായിട്ടുള്ള അഭിനന്ദ ആംബുലൻസ് തന്നെ ഡാൻസിംഗ് പാപ്പമാരോടൊപ്പം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡാൻസിംഗ് പാപ്പമാർ VIP നിലയോട് ചേർന്ന് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇരുവശങ്ങളിലെയും കാണികൾ പരമാവധി വശങ്ങളിലേക്ക് മാറി നിന്ന് വഴിയൊരുക്കി നൽകണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. വശങ്ങളിലേക്ക് വോളണ്ടിയേഴ്സിലേക്ക് ഡാൻസിംഗ് പാപ്പമാർക്ക് സുഗമമായി പോകുന്നതിന് ഈ വശങ്ങളിലേക്ക് വഴിയൊരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പതിനായിരത്തിലധികം വരുന്ന പാപ്പമാർ ബോർഡർമായ ഇനി വേണമെങ്കിൽ കാണാൻ പോകുന്നത് തൃശ്ശൂരിന്റെ ഏറ്റവും ആഘോഷാരവം നടക്കുന്ന നയനമനോഹരമായ കാഴ്ചകളിലേക്കാണ്. ആ നൃത്തത്തിനൊപ്പം പാപ്പമാർ ചുവടുവയ്ക്കുമ്പോൾ ഏറ്റവും ആഘോഷമായിട്ടുള്ള ഒരു രാവിലെ കൂടി നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തൃശ്ശൂർ സ്വകാര്യ കൂടി നിങ്ങൾ അത് ഏറ്റവും വേണ്ട സ്ഥലത്തൊഴികൾ കൂടി ഒരുക്കിക്കൊടുക്കണമെന്ന് ഏറ്റവും സ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് വോളണ്ടിയേഴ്സ് ആണെങ്കിലും പോലീസ് സേനാണെങ്കിലും തന്റെ നിർദ്ദേശങ്ങൾ ഇന്നത്തെ ഈ ആഘോഷത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള നടത്തിപ്പിൽ കൂടി വരികയാണെന്നുള്ള ഏറ്റവും വാമൊഴിയായി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇനി ആഘോഷങ്ങളുടെ കാഴ്ചകൾ ആഘോഷങ്ങളിലേക്ക് മാറുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ഒരു പക്ഷേ ബിസിനസ് ആഘോഷങ്ങൾ നമ്മൾ ഇതുവരെ കാത്തിരുന്നത് എന്താണോ ആ കാത്തിനെ പ്രതീക്ഷ കൂട്ടുന്നതിനേക്കാൾ അത്രയുള്ള കാഴ്ചകളിലേക്കാണ് ഇനി നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നത്. ഒപ്പം വഹിക്കാൻ പോകുന്നത് പാപ്പമാർക്കൊപ്പം തന്നെ നയന മനോഹരമായിട്ടുള്ള തോട്ടുകളും നിങ്ങൾക്ക് കൂടി കാണാവുന്നതാണ്. ആ കാഴ്ചകൾ നിങ്ങളുടെ നയനങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ കൂടി പകർത്തണം വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് നിങ്ങളുടെ ആ ആവശ്യത്തെ ആഗ്രഹത്തെ മാനിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ അത്രത്തോളം കയറി വരുമ്പോൾ മറ്റുള്ള കുറച്ചുകൂടിയാണ് അതിന്റെ കാഴ്ച നഷ്ടമാവുന്നത് എന്നുള്ളത് ഏത് സ്നേഹത്തോട് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് അമിതമായിട്ട് പ്രവേശിക്കുന്ന നിങ്ങളുടെ പ്രവണതയെ ദൈവം ചെയ്ത് ശ്രദ്ധിച്ച് 2 വർഷങ്ങളിലേക്ക് മാറണമെന്ന് ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം പാപ്പമാർ റൗണ്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയും 10,000-ലധികം വരുന്ന പാപ്പമാരും തോട്ടുകളും ദൃശ്യ ഡിസ്പ്ലേകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. സോ അത്രത്തോളം നിങ്ങളുടെ സഹകരണം വിലയേറിയ റിക്വസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങളിലേക്ക് എത്തുകയാണ്. കൃത്യമായിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു സമയം തോട്ടുകൾക്കൊപ്പം തന്നെ പാപ്പമാർക്ക് വരുന്ന ഒരു കാറ്റൂണിലേക്ക് ആളുകൾ കൂടി കയറുന്നതുകൂടി ദയവ് ചെയ്ത് ഒഴിവാക്കണം. സകലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഓരോ ഇടവുകളിലും ഏകദേശം ജില്ലയുടെ പല ഭാഗങ്ങളിൽ 420-ലധികം വരുന്ന റോഡുകളിൽ നിന്ന് 10,000-ലധികം വരുന്ന പാപ്പമാർ ഈ ആഘോഷത്തിന്റെ സ്വരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ടീമിലും ഒപ്പം വരുന്ന സംഘാടകർ എന്നിട്ട് പാപ്പമാർ ടീമുകൾക്കിടയിൽ വിടവില്ലാതെ ആ വിടവിലേക്ക് കാണിൽ കയറാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏറ്റവും കൃത്യമായി തന്നെ അപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ 2013 അഭിമന്യ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിക്കാവിന്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരാഗ്രഹം ദൂരനഗരിയായ തൃശ്ശൂരിലെത്തുകൊണ്ട് ഒരു ക്രിസ്മസ് രാവ് ക്രിസ്മസ് ഈവ് നമുക്ക് സംഘടിപ്പിച്ചുകൂടാ. ആ ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്ന് തൃശ്ശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് തൃശ്ശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 13 വർഷക്കാലമായി പൂർണ്ണതാരെ തൃശ്ശൂർ ദൂരനഗരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണതാര എന്ന ഇറ്റാലിയൻ പദം മെരി ക്രിസ്മസ് എന്ന ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ടായതാണ്. തൃശ്ശൂരിന്റെ പൂരനഗരിയെ 10,000-ലധികം പാപ്പമാരെ കൊണ്ട് സംഘടിപ്പിച്ച് വൈവിധ്യമായിരുന്ന തോട്ടുകളുടെ അകമ്പടിയോടുകൂടെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരം തൃശ്ശൂർ നഗരത്തിന് സമ്മാനിച്ച 2013 തൃശ്ശൂർ അതിരൂപതാധ്യക്ഷന്റെ സ്വപ്നം ഇതാ പതിറ്റാണ്ടുകൾ പിന്നിട്ട് വലിയ പ്രായോഗികതയിലേക്ക് എത്തിനിൽക്കുകയാണ്. 2013 ആരംഭിച്ച് 2014 18,112 ക്രിസ്മസ് പാപ്പമാരുമായി അന്നേ വരെ നോർത്ത് അയർലൻഡിന്റെ 13,000 ക്രിസ്മസ് പാപ്പമാർ അണിനിരുന്ന വേൾഡ് ഗിന്നസ് റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ട് 2014 18,112 ക്രിസ്മസ് പാപ്പമാരുമായി ഇന്നേ വരെ ഭേദിക്കാനാകാത്ത റെക്കോർഡുമായി ഇതാ തൃശ്ശൂരിന്റെ പൂർണ്ണതാല് 13ാമത് പൂർണ്ണതാല് ഇപ്പോഴും അരങ്ങേറി
മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വൈവിധ്യങ്ങളാവുന്ന പ്ലോട്ടുകൾ സാംസ്കാരിക അനുരൂപണത്തെ പേറുന്ന, ക്രൈസ്തവ പാരമ്പര്യത്തെ പേറുന്ന, തൃശ്ശൂരിന്റെ പാരമ്പര്യത്തെ പേറുന്ന, കേരളത്തിന്റെ പൊതു പാരമ്പര്യത്തെയും ഇന്ത്യയുടെ പാരമ്പര്യത്തെയും പേറുന്ന 13ഓളം വൈവിധ്യങ്ങളായിട്ടുള്ള പ്ലോട്ടുകൾ ഈ ബോധനതാലയുടെ ഏറ്റവും സവിശേഷതയാണ്. നേരത്തെ നിങ്ങൾ കണ്ടാസ്വദിച്ച ഡ്രോൺ സാന്റാക്ലോസ് ഈ വർഷത്തെ സവിശേഷതയാണ്. നമ്മളെല്ലാം കണ്ടാസ്വദിച്ചതാണ് ക്രിസ്മസ് പാപ്പ, ഏറിൽ നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ, ഡ്രോണിൽ പറഞ്ഞ ക്രിസ്മസ് പാപ്പ ഈ വർഷത്തെ 2020 ഏറ്റവും സവിശേഷമായിട്ടുള്ള ദൃശ്യാവിഷ്കാരമാണ്. ഓരോ പ്ലോട്ടുകൾ ഇതാ സ്വരാജോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഡാൻസിംഗ് പാപ്പമാരും ഒന്നിനൊന്ന് മികച്ച ചുവടുവെപ്പുകളുമായി 130ഓളം ഇടവകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 10,000-ലധികം ക്രിസ്മസ് സാന്റാക്ലോസുമാരാണ് ഈ വർഷത്തെ 2025 ബോൺ നതാലെ ഏറ്റവും ചരിത്രവിസ്മയമാക്കുവാൻ അണിചേർന്നിരിക്കുന്നത്. സഭാ നേതൃത്വത്തിലുള്ള, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള, സാംസ്കാരിക നേതൃത്വത്തിലുള്ള പൗരപ്രമുഖരായിട്ടുള്ള നിരവധി ആളുകളാണ് ഇന്ന് ഈ ബോൺ നതാലയുടെ ക്രിയേറ്റീവ് ഡേയിൽ അണിചേർന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ, സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ, അഭിനന്ദ ജയിക്കബ്, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള നേതൃത്വം ഈ ബോൺ നതാലയിൽ ഏറ്റവും സഗൗരവം അനുധാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള, സന്തോഷമുള്ള, അതിലേറെ ആത്മസംതൃപ്തിയുള്ള കാര്യമായിട്ടുള്ള അവതരിപ്പിക്കട്ടെ. കാണികളുടെ ശ്രദ്ധയ്ക്ക് വീണ്ടും പ്രത്യേകം അഭ്യർത്ഥന നിങ്ങളോട് ഈ വശങ്ങളിലേക്ക് പരമാവധി മാറി ഫ്ലോട്ടുകൾക്കും ഡാൻസിംഗ് പാപ്പമാർക്കുള്ള സൗകര്യം ഒരുക്കി തരാമെന്ന് വിനീതമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. മലയാളക്കരയുടെ നാനാഭാഗത്തുള്ള കളികൾ തൃശ്ശൂരിന്റെ ആഘോഷ രീതിയിലേക്ക് പറിച്ചു കഴിഞ്ഞു. ഏറ്റവും ഭംഗിയേറിയ ആഘോഷത്തെ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ലളിതങ്ങളായിട്ടുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലോട്ടുകൾ സ്വരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ആഘോഷത്തെ ഏറ്റുമാറ്റിക്കൊണ്ടുള്ള പാപ്പന്മാരുടെ നൃത്തത്തിനാണ് നിങ്ങൾ ഓരോ സമയവും കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അറിയാതെ ഈ സദാവിന്റെ മുഴുവൻ നിരക്കാവുന്ന ആഘോഷത്തിന്റെ മുഴുവൻ വരുമായിട്ടാണ് ഇന്ന് 1000-ലധികം പേരുടെ പാപ്പന്മാരുടെ മുന്നിലെത്തുക. എന്തുകൊണ്ട് തൃശ്ശൂർപ്പേരുടെ സാംസ്കാരിക തലസ്ഥാന നഗരി എന്ന ഇതിലേക്ക് ചേർത്തുകൊണ്ടു നിങ്ങളെ ഗൗരവമായിട്ടാണ് ബോൺ തലയൂട്ടി വേണ്ടി എത്തുമ്പോൾ 2013 തുടങ്ങി അതിന്റെ 13-ാം പതിപ്പിലെത്തുമ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ കാഴ്ചകളുടെ ഡിസൈൻ ഒരുക്കിക്കൊണ്ട് ബോൺ തലെ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. ആഘോഷങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിനുള്ള വരവ് ഇങ്ങനെ എത്തുമ്പോൾ ഒരുപക്ഷെ കേരളത്തിനെ ലോകത്തിന് മുമ്പിൽ ഇതിനേക്കാൾ മികച്ച ഒരു ആഘോഷ രാവ് കാണിച്ചു കൊടുക്കാനുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിലേക്ക് ജില്ലയുടെ പല ഭാഗത്തു നിന്നും, ഒരുപക്ഷെ മലയാളക്കരയുടെ നാനാഭാഗത്തു നിന്ന് ഇന്ന് ആഘോഷത്തിന്റെ ചർച്ചയുടെ സ്വരാജ്യത്തിലേക്ക് ഏറ്റവും ആഘോഷമായിട്ടുള്ള വിസ്മയ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. ഏറ്റവും നയമാനോഹരമായിട്ടുള്ള പ്ലോട്ടുകൾ ഓരോന്നായി നിങ്ങൾക്ക് മുമ്പിൽ ദയവായി ഒരു ദിവസത്തേക്ക് പരമാവധി മാറുന്ന ഡാൻസിംഗ് പാപ്പമാർക്ക് ഡാൻസ് ചെയ്യുന്ന സൗകര്യം
ഒരിക്കൽ കൂടി അലങ്കരിക്കൊണ്ട് ഈ ആഘോഷത്തിനൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ലഭിച്ചുകൊണ്ട് ഇന്ന് ഈ ആഘോഷം ഏറ്റവും വലിയ ആശയം കാണുന്നതിൽ എന്നോടൊപ്പം തന്നെ കയ്യിൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ആഘോഷത്തെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഓർമ്മ ഈ ഒരു സമയത്തിൽ തന്നെ ഇവിടെ പാരൻസിനെ കാണാതെ കൊച്ചു മക്കൾ ചർച്ചയുമായിട്ട് കാര്യങ്ങളുമായിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് ഓരോ സമയം കഴിയുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ തൃശ്ശൂർ പ്രധാനമൊക്കെ എത്തുമ്പോൾ അത് ഈ ആഘോഷത്തിനൊപ്പം നിങ്ങളുടെ സുരക്ഷയും സേഫ്റ്റിയും കൂടി ഉറപ്പുവരുത്തുന്നത് ഏറ്റവും ശ്രദ്ധയോടെ നിങ്ങൾ ഓർമ്മിട്ടുള്ളത്. കാരണം നിങ്ങളുടെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം നിങ്ങളുടെ കഥകളും പാതകളും അതിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള കുഞ്ഞു മക്കൾ നിങ്ങളുടെ കയ്യിൽ വീഴാതെ തൃശ്ശൂർ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ആഘോഷപരമായിട്ടുള്ള ആരവമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരേക്കും ഈ ആഘോഷത്തിന്റെ മറ്റു എത്തിച്ചുകൊണ്ട് തന്നെ തൃശ്ശൂർ ഈ ആഘോഷത്തിന്റെ രാവിലെ മറ്റൊരു തലത്തിലേക്ക് കാഴ്ചയിൽ കൂടി നിങ്ങൾ ദൃശ്യപ്പെടുകയാണ്. ആ സാക്ഷി കഴിച്ചുകൊണ്ട് തന്നെ പാപ്പമാർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ കഴിവതും അവർക്ക് വേണ്ട സൗകര്യം കൊടുക്കുന്ന ഏറ്റവും സ്നേഹിതയോടെ ഏറ്റവും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് അറിയിച്ചു കൊടുട്ടെ. കാരണം എന്ത് പുതുമയേറിയ തോട്ടുകളാണ് 2K25 മോഹനത്താലെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ സംഘാടകർ ഒരുക്കിയിരിക്കുന്ന ചോദ്യം നിങ്ങളിലേക്ക് ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരവുമായി തന്നെ റോബോട്ടിക് പാത്രയും ഡ്രോൺ പാത്രയും ഒക്കെ വ്യത്യസ്തമായിട്ട് ഈ ആഘോഷത്തിനൊപ്പം തന്നെ കലയുടെ മാറ്റി കൂട്ടുന്നതിനൊപ്പം തന്നെ ആദരയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ മോഹനത്താലെ 2K25 മറ്റൊരു വിജയമാകുന്ന കാഴ്ചയ്ക്ക് നമ്മളോടൊപ്പം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ആഘോഷങ്ങളായും ഈ 13-ാം പതിപ്പിനും പിന്നെയും മോഹനത്താലെ 2K25 നിർമ്മാണം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതുമയുടെ പ്രവർത്തകൾ ഓരോന്നായി നിങ്ങൾക്കൊപ്പം പാപ്പമാർക്കൊപ്പം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പല ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത 10,000 വരുന്ന പാപ്പമാർ മോഹനത്താലയുടെ ഗാനം എത്തുമ്പോൾ ഒരേ താളബോധത്തോടെ ഒരേ ദൃശ്യങ്ങളോടുകൂടി തന്നെ നിങ്ങളിലേക്ക് അടുത്ത വിളിച്ചു കൊടുക്കുമ്പോൾ അതൊരു മറ്റൊരു വിസ്മയമാകുമെന്നുള്ളത് ഉറപ്പാണ്. പുതുമയുടെ പ്രവർത്തകൾ ഏകദേശം 15ഓളം വരുന്ന പ്ലോട്ടുകളാണ് 2025 മോഹനത്താലെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുക്കാൻ സാധിക്കും, എല്ലാവർക്കും മികച്ച കാഴ്ചകൾ ഒരുക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ 2 വർഷങ്ങളിലേക്ക് മാറിക്കൊണ്ട് ഇനി വരാനിരിക്കുന്നത് കാണാൻ പോകുന്ന പോലത്തെ രീതിയും ദൃശ്യം വെല്ലുവേറിയതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ഓരോ പാപ്പന്മാരും പ്ലോട്ടുകളും ഇനി നിങ്ങൾ മുന്നിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ആവർത്തിച്ച് പറയാതെ സ്വയമേ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഏറ്റവും മികച്ച കാഴ്ച ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തർ സംഘടനയായി കഴിവതും സഹകരിക്കണമെന്ന് ഏറ്റവും കൃത്യമായി അറിയിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഓരോ 15 മിനിറ്റ് ഇടവിട്ടാണ് ഡാൻസിങ് പാപ്പന്മാർക്ക് ഡാൻസ് ചെയ്യുന്നതിനുള്ള പാട്ട് പെർഫോം ചെയ്യുക. അതുവരെ ദയവായി അവർ പോകുന്ന ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആരും നിൽക്കരുത്, ഇതേ ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ റോഡുകളിലേക്ക് കടന്നു നിൽക്കുന്നതുകൊണ്ട് വേണ്ടത്ര സൗകര്യപ്രദമായി ബോട്ടുകൾക്കും ഡാൻസിങ് പാപ്പന്മാർക്കും മൂവ് ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായ ക്രമീകരണം ഒരുക്കുന്നതിൽ കാണികൾക്കുള്ള പങ്ക് വലുതാണ്, നിസ്തുലമാണ്. ദയവായി വോളണ്ടിയേഴ്സ് പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇരുവശങ്ങളിലുള്ള കാണികളെ പരമാവധി റോഡിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് നാം ഏറെ വിളിച്ച കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ, ഇന്ത്യ ഗവൺമെന്റ് ഭാരതരത്നം നൽകി ആദരിച്ച മദർ തെരേസയുടെ സ്നേഹകൈവല്യം കൊൽക്കത്തയിലെ തെരുവീതികളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഫോട്ടോയാണ് ഇപ്പോൾ ജില്ലാശുപത്രിക്ക് മുൻവശത്തോടുകൂടെ സ്വരാജ് ഭവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കൊൽക്കത്തയുടെ തെരുവീതിയുടെ പശ്ചാത്തലത്തിൽ ആധുനിക രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് ആകുലതയോടുകൂടി സ്നേഹനിർഭരമായി സമൂഹത്തെ നോക്കിയ മദർ തെരേസ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. ഡാൻസിങ് പാപ്പമാർ ഇതോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ അതിരൂപതയിലെ ഏതാണ്ട് 130ഓളം ഇടവകകളിൽ നിന്നാണ് ഡാൻസിങ് പാപ്പമാർ ഇന്ന് സാന്റാക്ലോസുമാരുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 30-40 ഇടവകകൾ മാത്രമാണ് ഇതിനകം തന്നെ സ്വരാജ് ഭവനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. 100ഓളം ഇടവകകളിലുള്ള ക്രിസ്മസ് പാപ്പമാരും ഇനിയും സ്വരാജ് ഭവനിലേക്ക് പ്രവേശിക്കാറുണ്ട്. അതുകൊണ്ട് ദയവായി കാണികളുടെ വശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്നും സാന്റാക്ലോസുമാർക്ക് സുഗമമായി
ഒരുക്കി തരണമെന്നും വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയുടെയും തൃശ്ശൂർ പൗരാവലിയുടെയും തൃശ്ശൂർ കോർപ്പറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന 13ാമത് പൊണ്ണത്താലെ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അകമ്പടിയോടുകൂടെ ഇതാ തൃശ്ശൂരിന്റെ നഗരവീതിയെ തുടക്കമണിയിച്ചുകൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. 2021 കോവിഡ് മഹാമാരി വിതച്ച വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ചടങ്ങ് മാത്രമായി നടത്തിയ പൊണ്ണത്താലെ പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ഏറ്റവും മനോഹരമായി കാണുന്നത് ദൃശ്യവിസ്മയം ഒരുക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്നതിൽ തൃശ്ശൂർ പൗരാവലി എക്കാലത്തും വിജയിച്ചിട്ടുണ്ട്. ആത്മസംതൃപ്തിയോടെ ആത്മാഭിമാനത്തോടെ വിജയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായി തൃശ്ശൂരിന്റെ നഗരത്തിൽ തൃശ്ശൂർ പൂരത്തിന് നാലാം പൂരത്തിന് പോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ 27-ാം തീയതി ക്രിസ്മസ് പാപ്പമാർ രാജ്യം ഭരിക്കുന്ന നാട് ഭരിക്കുന്ന നഗരം നേടുന്ന കാഴ്ചയ്ക്ക് നാളെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കാഴ്ചക്കാരായ ഏറ്റവും മനോഹരമായി ഏറ്റവും അച്ചടക്കത്തോടുകൂടെ യാതൊരുവിധ അച്ചടക്ക പ്രശ്നങ്ങളില്ലാതെ തന്നെ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഇടപെടലുകളില്ലാതെ തന്നെ മനോഹരമായിട്ട് ക്രമീകരിക്കാൻ കഴിയുന്ന 13 വർഷക്കാലവും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പരിപാടി ജനകീയമാക്കുന്നതിന്റെ ഈ പരിപാടി ഹൃദയത്തിലേറ്റതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവാണ്. ആ ഒരു അച്ചടക്കവും ആ ഒരു സ്വീകാര്യതയും ഏറ്റവും ഗൗരവത്തോടുകൂടെ സഹകരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് തൃശ്ശൂർ അതിരൂപതയുടെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ജനപ്രതിനിധികളുടെ കൊച്ചിൻ പാർലമെന്റ് ദേവസ്വത്തിന്റെ ഒക്കെ സജീവ സഹകരണവും സാന്നിധ്യവും സഹോദര സഭകളുടെ സ്നേഹവും താല്പര്യവുമൊക്കെ ഈ പൂർണ്ണതാര ഉണ്ട് എന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറെ സ്നേഹത്തോടെ ഈ പൂർണ്ണതാര മുഴുവൻ ആളുകളെയും അച്ചടക്കത്തോടെയും മുഴുവൻ പ്ലോട്ടുകളും ആസ്വദിക്കുന്നതും വിസ്മയ കാഴ്ചകൾ കൃത്യമായി ഇപ്പോൾ സ്വകാര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്ലോട്ട് ഗോലിയാത്തിനെയും ദാവീദിനെയും പ്രതിനിധീകരിക്കുന്നു. ബലവാനായ ഗോലിയാത്തിനുള്ള നിസ്സാരനായ ദാവീദ് പഴയ നിയമത്തിലെ വളരെ കൃത്യമായിട്ടുള്ള സാധ്യതയെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പ്ലോട്ടാണ് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മുടെ ആയിരിക്കുക. ഇതാ ജില്ലാശുപത്രിക്ക് മുൻപിൽ നിന്ന് ഇതാ സ്വകാര്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ പ്ലോട്ടുകളും നിങ്ങൾക്ക് വിളിക്കുമ്പോഴും ഈ എന്തുകൊണ്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. കാരണം പിന്നെയും പുതുമുഖ ചെയ്തുവരുന്ന പ്രതീക്ഷകളെയാണ് അതിലെ ആവേശം കൂട്ടുന്നതും മാറ്റിവെക്കുന്നതും. തീർച്ചയായിട്ടും വ്യത്യസ്തമായ പ്ലോട്ടുകൾ വരുന്നതിനൊപ്പം തന്നെ അത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ട് വരുന്ന യാത്രകളിലേക്ക് കയറി നിൽക്കരുത് എന്നതിലേക്ക് ശരിവട്ടെ. കാരണം 1 മണിക്കൂർ വീട്ടിലിരുന്നു പോകുന്നതായ കാര്യം ആലോചിച്ചു കഴിഞ്ഞു. ഏകദേശം 40ഓളം ഇടങ്ങളിൽ വരുന്ന പാപ്പമാർ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക്, പ്രത്യേകിച്ച് ഈ സ്വരാജ് റൗണ്ടിന്റെ 11 ദിവസത്തേക്ക് മാത്രം പ്രവേശിച്ചു കഴിഞ്ഞുള്ളത്. വന്നതിനേക്കാളേറെ ഇരട്ടയേക്കാളേറെ പാപ്പമാർ ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഓരോ പ്രാവശ്യം പാപ്പമാർ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മുമ്പിലായിരിക്കുമ്പോൾ ഡാൻസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ക്യൂരിയോസിറ്റിയിലേക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഏകദേശം 15 മിനിറ്റ് ഗ്യാപ്പോളമിലാണ് പോകുന്ന സ്ഥലത്തേക്ക് വരുന്ന പാപ്പമാർ പോകുന്ന സ്ഥലത്തെ പാട്ടുകളൊക്കെ വളരെ കാലത്തോടുകൂടി മൊത്തം ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് ദർശനങ്ങൾക്കൊപ്പം തന്നെ അവർക്ക് പോകാനുള്ള സൗകര്യം കൂടി ഏറെ ശ്രദ്ധയോടെ കൊടുക്കേണ്ടതുണ്ട്. കലയ്ക്കൊപ്പം തന്നെ ആളുകളുടെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഓരോ വർഷത്തെയും പ്രത്യേകം തന്നെയാണ്. ഈ വർഷവും അത് മാറ്റി ഒട്ടും കുറയ്ക്കാതെ തന്നെ ആഘോഷത്തിനൊപ്പം ജീവിത പ്രവർത്തനത്തിന് കൂടി നമുക്കൊപ്പം ജീവിക്കുന്ന സജീവികളുടെ കൈത്താങ്ങായിട്ട് കൂടി മറ്റൊരു ശബ്ദമായി മാറാറുണ്ട് ഓരോ വർഷവും പോകുന്നതാണ്. അതുതന്നെയാണ് ഈ ആഘോഷത്തിനൊപ്പം ഏറെ പ്രസിദ്ധമാക്കുന്നതും ഏറെ പ്രാധാന്യം അറിയിക്കുന്നതുമായിട്ട് ഓണത്തായി മാറ്റാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആഘോഷത്തിന്റെ തൃശ്ശൂരിന്റെ അറിയിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ഇവരോടുകൂടി തന്നെ ഒരേ ഭാഗമായി ഇന്ന് സ്വരാജ് നിൽക്കുമ്പോൾ അത് മറ്റൊരു ദൃശ്യമായി നമ്മൾ ഓരോരുത്തരും സാക്ഷ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വെളിച്ചം മെല്ലെ മെല്ലെ അറിയിപ്പോൾ ആഘോഷത്തിന്റെ തിരുനാളായി
ഏറ്റവുമായി സജീവമായി അങ്ങനെ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നൃത്ത ഡിസ്പ്ലേ കൂടി അണിയിച്ചൊരുക്കിക്കൊണ്ട് മുന്നോട്ട് വെക്കുക. ഒരിക്കൽ കൂടെ വിശ്വസിക്കുകയാണ് ഞാൻ മണിക്കൂറോളം വീട്ടിൽ നിൽക്കുന്ന പൂർണ്ണത്താലെ ഒരു പക്ഷേ ഒരു മണിക്കൂർ തന്നെയാണ് നമുക്ക് ഇത്രത്തോളം പൂർണ്ണത്തലയുടെ പാട്ടിലേക്ക് ഇനി നിങ്ങളിലേക്ക് മറ്റൊരു ദൃശ്യ വിസ്മയം ഒരുക്കാൻ വേണ്ടി സാമോദം ആത്മീയനാഥനെ പരമേറ്റിട ആളത്തിൽ ഈരത്തിലൊന്നായി പാടിട കർത്താവിനായി തോന്നത്താലേ പാട്ടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനം പുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവയ്ക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവയ്ക്കാം ആശ്വാസം പകരുന്നു പൂർണ്ണത്താലേ ആനന്ദം തേടുന്ന യുവജനതയ്ക്കായി ആഘോഷമൊരുങ്ങുന്നു പൂർണ്ണത്താലേ രാജാക്കളില്ല ഇന്ന് അടിമകളില്ല സ്നേഹത്തിലൊന്നാകും സോദരർന്ന ദൈവസ്നേഹത്തിലൊന്നാകും സോദരർന്ന ദൈവസ്നേഹത്തിലൊന്നാകും സോദരർന്ന ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൂർണ്ണത്താലേ 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 പൂർണ്ണത്താലേ
ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൂർണ്ണത്താലേ ആടിടാമൊന്നായി ആടിടാം സാമൂഹ്യ നാഥനെ താളത്തിൽ ഒന്നായി പാടിട കർത്താവിനായി പൂർണ്ണത്താലേ ആടിടാം നാഥനെ ആടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനപീഠമായി മാറിടാം ഞങ്ങളെല്ലാം സ്നേഹത്തിൻ സുവിശേഷം പങ്കുവയ്ക്കാം ദൈവസ്നേഹത്തിൻ സുവിശേഷം പങ്കുവയ്ക്കാം ഓലത്താലേ നിറഞ്ഞ ആഘോഷവും നിറഞ്ഞ ആരവവും ഒപ്പം തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള നൃത്തങ്ങൾ തുടരെ നമുക്ക് നൽകുമ്പോൾ ഒരു മികച്ച കൈയുടെ ഒരിക്കൽ കൂടി. കാരണം നമ്മൾ ഇന്നത്തെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഡാൻസിങ് പാപ്പാസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്യൂവൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഒരേ മനസ്സോടെ ഐക്യത്തോടു കൂടി ഈ ഗാനത്തിന് നൃത്ത ചൂട് വയ്ക്കുമ്പോൾ ഇന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൂർണ്ണതലയ്ക്കായി അണി നിൽക്കുമ്പോൾ പക്ഷെ അതിനേക്കാൾ മുമ്പ് മാസങ്ങളായിട്ടുള്ള അവരുടെ പ്രാക്ടീസ് അവരുടെ ശ്രമങ്ങൾ വളരെ വലുതാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കാരണം ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന കാണികൾക്ക് മുമ്പിൽ ദൃശ്യവിസ്മയം ഒരുക്കുന്നതിന് വേണ്ടി ഒരേ മനസ്സോടെ ഒരേ ഐക്യത്തോടെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മാസങ്ങളോളം വരുന്ന വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഫലം കൂടിയാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മറക്കാനാവുക. തീർച്ചയായിട്ടും ഇന്ന് ദിവസം ഒരിക്കൽ കൂടി ഒരുപക്ഷെ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് നമുക്കൊക്കെ അഹങ്കാരമാണ്, അതിനേക്കാളുപരി വികാരമാണ് അല്ലേ. കാരണം തൃശ്ശൂർ പേരൂർ മാത്രമല്ല ഒരുപക്ഷെ മലയാളം കൊണ്ട് നമുക്ക് മുമ്പിൽ പോയുമ്പോൾ നമുക്ക് കൊടുക്കാനാവുക ഏറ്റവും നിറഞ്ഞ സപ്പോർട്ടും കൈയടിയും അതിനേക്കാളുപരി തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക തന്നെയാണ്. അത് തന്നെയാണ് ഓരോ വർഷവും വരും വർഷങ്ങളിലും ഏറ്റവും മികവുറ്റ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. സോ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പോട്ട് കൂടി നമുക്ക് മുംബൈയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്വരാജ് റൗണ്ടിലേക്ക് ബോൺ നത്താലി 2025 പ്രവേശിക്കുന്ന ജില്ലാ ആശുപത്രിക്ക് സമീപം അടുത്തൊരു പ്ലോട്ട് കൂടി ഒരുപക്ഷെ ഒട്ടേറെ മികവുറ്റ കലാകാരന്മാർ നമുക്ക് നമ്മുടെ അഹങ്കാരമായിട്ടുള്ള തൃശ്ശൂർ പേരിലേക്ക് മറ്റൊരു കലാസൃഷ്ടി കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. റോമൻ കൊളോസിയത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസൺ സിംഹത്തിന്റെ തല തകർക്കുന്ന പ്ലോട്ടാണ് ഇപ്പോൾ ജില്ലാശുപത്രിക്ക് മുൻവശത്തോടുകൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. റോമൻ കൊളോസിയത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസൺ, ആദിമസഭയിലെ സാംസൺ സിംഹത്തിന്റെ തല തകർക്കുന്ന പ്ലോട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാൻസിങ് പാപ്പമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ദയവായി ഇടയിൽ നിൽക്കേണ്ടതില്ല. ഫ്ലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ദയവായി മൂവ് ചെയ്യേണ്ടതാണ്. കാണികൾ ഇരുവശങ്ങളിലേക്ക് പരമാവധി നിൽക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഡാൻസിലുള്ള പാട്ട് പ്ലേ ചെയ്യുമ്പോൾ മാത്രമാണ് ഡാൻസ് കളിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നോർമൽ ഫ്ലോ ആയി തന്നെ ഡാൻസിങ് പാപ്പമാർ ഫ്ലോട്ടിൽ നിങ്ങളെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയിലെ 130ഓളം ഇടവകകളിൽ നിന്ന് 10,000-ലധികം ഡാൻസിങ് പാപ്പമാരാണ് 2025 ബോൺ നദാലേക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടവകയിലെ കുടുംബങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ബോൺ നദാലെ 2025 ഡാൻസ് പെർഫോമൻസ് നടക്കുന്ന ഇടവകകൾക്കുണ്ടെന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടവകകളുടെ എണ്ണത്തിനനുസരിച്ച് ഇടവകകളെ 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇടവകകളിലെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇടവകളെയും 5 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ആ 5 വിഭാഗങ്ങളിലും ഓരോന്നിലും 1, 2, 3 സ്ഥാനങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഇടവക സാന്റാക്ലോസ്മാർക്ക് നൽകുന്നുണ്ടെന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2013 രാജ്യത്ത് തന്നെ, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് ഫെസ്റ്റ് ഏറ്റവും ആധികാരികതയോടുകൂടി തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ കോർപ്പറേഷനും കൂടി സംഘടിപ്പിച്ചത്. 2013 എളിയ രീതിയിൽ ആരംഭിച്ചെങ്കിലും 2014 18,112 എന്ന മാസ്മരിക സംഖ്യയുമായി ഈ ലോകത്ത് ഇന്നേ വരെ നടന്ന ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സാന്റാക്ലോസ്മാർ അണിനിരന്ന ക്രിസ്മസ് ഫെസ്റ്റായി ബോൺ നദാലെ 2014 മാറുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ആംബുലൻസ് ജില്ലാശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ദയവായി ഡാൻസിങ് പാപ്പമാരും കാണികളും ആ ആംബുലൻസിന് വേണ്ട വഴി സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്വരാജ് റൗണ്ടിലൂടെ ഒരു ആംബുലൻസ് കടന്നു വരുന്നുണ്ട്. രോഗിയുമായി
താങ്ക് യു. ഡാൻസിംഗ് പാപ്പമാർ വീണ്ടും അതേ ഫ്ലോയിലേക്ക് തന്നെ വരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. 2014 ഏറ്റവും മനോഹരമായി നാം സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഓരോ വർഷവും 2020-ലും 2021-ലും ഒഴികെ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച 2 വർഷത്തെ വിടവ് ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും നാം ഇത് ഏറ്റവും മനോഹരമായി ആചരിക്കുകയുണ്ടായി. അടുത്തൊരു ആഘോഷ ആരവങ്ങൾ ഒരിക്കൽ കൂടി നിറച്ചുകൊണ്ട് ഏതാണ്ട് 13ാം പതിപ്പിലെത്തി നിൽക്കുമ്പോൾ ബോൺ നത്താലയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളും അതിനേക്കാളേറെ പുതുമകളും നിങ്ങൾ തേടിയെത്തുകയാണ്. കാരണം ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത പാപ്പന്മാർ ഒരേ ദിവസം ആഘോഷത്തിനായി അണിഞ്ഞിരിക്കുമ്പോൾ ഇത്രത്തോളം താളബോധത്തോടെ അതുപോലെ തന്നെ ഐക്യത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ആഘോഷാരവങ്ങൾ അവരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് പകരുന്നു എന്നുള്ളത് കൂടി വേണം മനസ്സിലാക്കാൻ വേണ്ടി. പാപ്പമാരും ഒപ്പം പ്ലോട്ടുകളും വരുന്ന ഗ്യാപ്പുകളിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കയറി നിൽക്കരുത് എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം വരുന്ന പ്ലോട്ടുകൾ കുറച്ച് അധികം കൂടി വേണ്ടിയിരിക്കുന്നു. നിങ്ങളിലേക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് മികച്ച കാഴ്ചകൾ എത്തിക്കണം എന്നുള്ള വലിയ സതുദ്ദേശത്തോടു കൂടി എത്തുമ്പോൾ കഴിവതും വോളണ്ടിയേഴ്സ് പറയുന്നതിനും ബാബുഴിക്കപ്പുറത്തേക്ക് സ്വയമേ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലോട്ടുകൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഇത്രത്തോളം തുടരെ ഡാൻസ് ചെയ്തിട്ട് പോലും ഒട്ടും പോലും ആവേശം ചോരാതെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ബോൺ നത്താലയുടെ വിജയം എന്നുള്ളത് ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13ഓളം ഫ്ലോട്ടുകളാണ് ഇന്ന് ബോൺ നത്താല 2025 അണിചേരുക. 6ാമത്തെ ഫ്ലോട്ട് മാത്രമാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് 7ലധികം ഫ്ലോട്ടുകൾ ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. കത്തോലിക്ക സഭയുടെ സാംസ്കാരിക അനുരൂപണത്തിന്റെ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ, മതസൗഹാർദ്ദത്തിന്റെ, കേരള സംസ്ഥാനത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ വൈവിധ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന 13ഓളം ഫ്ലോട്ടുകൾ ഇന്ന് ഈ സ്വരാജ് റൗണ്ടിൽ ബോൺ നത്താല 2025 ഭാഗമായി അണിനിരക്കുന്നുണ്ട്, ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും 7ഓളം ഫ്ലോട്ടുകളും 80ലേറെ ഇടവകകളിൽ നിന്നുള്ള ഡാൻസിംഗ് പാപ്പമാരും സ്വരാജ് റൗണ്ടിലേക്ക് ഇനിയും പ്രവേശിക്കാനുണ്ട്. നിലവിൽ പ്രവേശിച്ചതിലും അധികം ഫ്ലോട്ടുകളും അതിലേറെ ഡാൻസിംഗ് പാപ്പമാരും ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. സ്വരാജ് റൗണ്ടിന്റെ പലയിടങ്ങളിലും റോഡിന്റെ വീതി കാണികൾ റോഡിലേക്ക് കയറി നിന്ന് കുറഞ്ഞ് 2 മീറ്ററും 3 മീറ്ററും ഒക്കെ ആയിട്ടുണ്ട്. ഏറെ കൃത്യമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. കാണികൾ ദയവായി പരമാവധി വശങ്ങളിലേക്ക് മാറി നിന്ന് ഫ്ലോട്ടുകൾക്കും ഡാൻസിംഗ് പാപ്പമാർക്കും പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. പലയിടങ്ങളിലും റോഡിന്റെ വീതി വല്ലാതെ ചെറുതായി പോയിട്ടുണ്ട്. കാണികൾ ദയവായി വശങ്ങളിലേക്ക് മാറി നിന്ന് പരമാവധി ഫ്ലോട്ടിനും ഡാൻസിംഗ് പാപ്പമാർക്കും പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്മസ് ഫെസ്റ്റ് ബോൺ നത്താല 2025 അത് വെറും പ്രകടനപരതയ്ക്കുള്ള ഒരു സാംസ്കാരിക ആഘോഷം മാത്രമല്ല, അതിനപ്പുറത്ത് കാരുണ്യത്തിന്റെ മുഖം ഈ വർഷത്തെ എന്ന് മാത്രമല്ല എല്ലാ വർഷത്തെയും ബോൺ നത്താലയ്ക്കുണ്ട്. കഴിഞ്ഞ 13 വർഷ കാലയളവിൽ തൃശ്ശൂർ അതിരൂപതയിൽ പൗരാവലിയും ബോൺ നത്താലയുടെ പേരിൽ പുതുതായി പണിത് നൽകിയിട്ടുള്ള വീടുകളുടെ എണ്ണം, ഭവനങ്ങളുടെ എണ്ണം 100-ലധികമാണ്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് വേണ്ടി 100-ലധികം ഭവനങ്ങൾ കഴിഞ്ഞ 13 വർഷ കാലയളവിൽ ബോൺ നത്താല കമ്മിറ്റി പണിത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആത്മാഭിമാനത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ വർഷത്തെ ബോൺ നത്താലയുടെ കമ്മിറ്റി ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി 6 ഡയാലിസിസ് മെഷീനുകൾ നൽകുന്നു. ഇന്ന് 2-ലധികം വീടുകളുടെ താക്കോൽ ദാനം ഇതിനുശേഷമുള്ള പൊതുസമ്മേളനത്തിൽ വെച്ച് നൽകുന്നുണ്ടെന്ന കാര്യവും പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ആഘോഷം നടക്കുന്നത് ഒരു ദിവസമായിരിക്കാം, ഡിസംബർ 27. പക്ഷേ ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ശ്രമങ്ങൾ ദിവസങ്ങളോളം ഏറെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ബോൺ നത്താല ഡിസംബർ 27 ഇന്ന് കഴിയുമ്പോഴും തുടരെ വരുന്ന ദിവസങ്ങൾ ഈ ആഘോഷത്തിനൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ വലിയ കരമാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ എത്തുന്നത്. നമുക്കൊപ്പം ജീവിക്കുന്ന ജീവികളുടെ ഒപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കൈത്താങ്ങായി മാറേണ്ട വലിയ ജീവകാരുടെ പ്രവർത്തനത്തിന് കൂടി മുഖമുദ്രയായിട്ട് ബോൺ നത്താല മാറാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആഘോഷത്തിനും ആവേശത്തിനും ആരവത്തിനും ഒപ്പം തന്നെ മറ്റൊരു
കരുതലിന്റെ കരമായി അതിനേക്കാൾ ഉപരിയായി നമുക്കൊപ്പം ജീവിക്കേണ്ടവരുടെ അവരുടെ ആവശ്യങ്ങൾ കൂടി നമ്മൾ കൈത്താങ്ങായിട്ട് മാറുന്നതോ തീർച്ചയായിട്ടും ആഘോഷത്തിനൊപ്പം നമ്മൾ കരുതി വെക്കേണ്ട അതിനേക്കാൾ ഉപരിയായിട്ട് മാതൃയാക്കാൻ പറ്റുന്ന ഒട്ടേറെ അനവധി കാര്യങ്ങളാണ് ബോർണ തലയ്ക്കൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. അതിൻ്റെ വലിയ മുഖമാണ് അല്ലെങ്കിൽ വലിയ പ്രതിദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ജീവകാരുടെ പ്രവർത്തനങ്ങൾ. പോയ വർഷങ്ങളിലെല്ലാം ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളും ഒപ്പം തന്നെ കൈത്താങ്ങാവേണ്ടവർക്ക് മനുഷ്യർക്ക് അതിൻ്റെ കാരണത്തിൻ്റെ ആയിട്ടുള്ള പാപ്പന്മാർ നമ്മുടെ ഒപ്പം തന്നെ കാണാൻ പറ്റും. അവിടെ നൃത്തത്തിനൊപ്പം തിളങ്ങുന്ന പാപ്പന്മാർ കൂടി സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ ആഹ്ലാദവും ആഘോഷവും അതിനേക്കാളുപരി ആവേശവും അവരുടെ ഓരോ ചിരിയിലും നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഒത്തൊരുമയുടെ ഐക്യത്തിൻ്റെ അതിനേക്കാളേറെ ബലമുണ്ട് ഈ ആഘോഷരാമനെ എന്നുള്ളത് കൂട്ടിയുറപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പല സ്ഥലങ്ങളിലും സ്വരാജ് റൗണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള ദൃശ്യവിസ്മയം ഒരുക്കാൻ സാധിക്കുന്നത് നമ്മുടെ പല സൗകര്യമുണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷേ കാണികൾ എത്രത്തോളം വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതിനേക്കാൾ ഉപരി പല ഈ കാറ്റഗറി ഗ്രൂപ്പുകളിലുള്ള പാപ്പന്മാർ വരുമ്പോഴും ആവേശത്തിന് ഒരേ തലമാണ്, ഒരേ നാമമാണ്, ഐക്യത്തിനും ഒരേ കരുതലും പിടിച്ചുകൊണ്ട് തന്നെയാണ് പാപ്പന്മാർ അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുന്തോറും ബോർണത്താലെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരുപക്ഷെ മലയാളക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ പിന്നെയും അല്ലേ നമ്മുടെ മനസ്സിൽ എഴുതി ചേർത്ത് വെക്കുന്നത്. അലതല്ലെ അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഡാൻസിന് പാപ്പമാർ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി വീണ്ടും പിന്നെയും കൊതിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുക്കുന്ന ബോർണത്താലെ ഒരിക്കൽ കൂടി എത്തുമ്പോൾ ഇനി എന്താണ് അടുത്തത് എന്നുള്ള ആവേശം നമുക്കുണ്ട് അല്ലേ. ഒരുപക്ഷെ അത് തന്നെയാണ് മണിക്കൂറോളം കാത്തു നിന്നുകൊണ്ടാണ് ബോർണത്താലയ്ക്കായിട്ട് നമ്മൾ ഓരോരുത്തരും സ്ഥലം കണ്ടുപിടിച്ചതും ഇരിപ്പിടം ഉറപ്പിച്ചതുമൊക്കെ. ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ ചുറ്റും പ്രതിദാനം ചെയ്യുന്നത് കലയെ സ്നേഹിക്കുന്ന തൃശ്ശൂർ പേർക്കാർ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിന്റെ നാനാഭാഗത്തുള്ളവർ 27 എന്നുള്ളൊരു ദിവസം എത്തുമ്പോൾ അത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഏറ്റവും മികവുറ്റ കാഴ്ച ഞങ്ങൾ കൂടി അതിൻ്റെ പങ്കാളികളാവണം, ഞങ്ങൾ കൂടി ആ കാഴ്ചകളുടെ ഭാഗമാവണം എന്നുള്ള ഏറ്റവും ദൃഢനിശ്ചയം അതിന് പുറകിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറോളം കാത്തു നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷ കാഴ്ച അല്ലെങ്കിൽ ഈ ആഘോഷ യാത്ര ക്രിസ്മസ് ആഘോഷത്തിന് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും മികവുറ്റ കാഴ്ച നിങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് നിൽക്കുന്നത്. ആ കാണികളെല്ലാം ആ കാത്തിരിപ്പിനെയെല്ലാം നിരാശ ഒട്ടും സമ്മാനിക്കാതെ തന്നെ ഏറ്റവും മികവുറ്റ ദൃശ്യവിസ്മയം അത്ഭുതത്തിന്റെ ലോകം തൃശ്ശൂർ പേർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിന്റെ മതസൗഹാർദ്ദം കൃത്യമായി ഊട്ടിയുറപ്പിക്കുന്ന ഫ്ലോട്ട് ഇതാ ജില്ലാശുപത്രിക്ക് മുൻവശം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ തൃശ്ശൂരിന്റെ ആരോഗ്യ മേഖലയ്ക്ക്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക്, അത് ക്രൈസ്തവനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ദളിതനാണെങ്കിലും അവരെല്ലാവരും ആരോഗ്യ മേഖലയിൽ തുല്യരാണ് എന്ന് ഓർമ്മ പുതുക്കുന്ന ഫ്ലോട്ട് ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ജില്ലാശുപത്രിക്ക് മുൻവശത്തോടെ പ്രവേശിച്ചിട്ടുണ്ട്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ഫ്ലോട്ട് ഇതാ സ്വരാജ് റൗണ്ടിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ പശ്ചാത്തലത്തിലുള്ള ഫ്ലോട്ട് ഇതിനകം പ്രവേശിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഏതാനും മിനിറ്റുകൾക്കകം അടുത്ത ഡാൻസിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതാണ്ട് 130ഓളം ഇടവകകളിൽ നിന്നുള്ള 10,000-ലധികം ഡാൻസിംഗ് പാപ്പമാരാണ് ഇന്ന് ബോർണത്താലെ 2025 ഏറ്റവും മനോഹരമായ വിസ്മയ കാഴ്ചയാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോർണത്താലെ വെറും സാംസ്കാരിക ആഘോഷം മാത്രമല്ല, മറിച്ച് കേരളത്തിന്, സംസ്ഥാനത്തിന്, രാജ്യത്തിന് വലിയ സാമൂഹ്യ മുഖം നൽകുന്ന, കാരുണ്യ മുഖം നൽകുന്ന ആഘോഷം കൂടെയാണ്. കഴിഞ്ഞ 2013 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ബോർണത്താലയുടെ പേരിൽ പണിതു നൽകിയിട്ടുള്ള ഭവനങ്ങളുടെ എണ്ണം 100-ലധികമാണെന്നുള്ളത് ഇക്കാര്യത്തിന്റെ സാമൂഹ്യ മുഖം, കാരുണ്യ മുഖം എടുത്തു കാണിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും അർഹരായ തൃശ്ശൂർ അതിരൂപതയുടെ പൊതു സാമൂഹ്യക്ഷേമ വിഭാഗമായിട്ടുള്ള സാന്ത്വനം കഴിഞ്ഞ വർഷക്കാലയളവിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം, പാവപ്പെട്ട ആളുകൾക്കുള്ള തൊഴിൽ, അത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെ വൈവിധ്യങ്ങളായിട്ടുള്ള പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ ഈ ബോർണത്താലയുടെ ചൈതന്യം, കാരുണ്യത്തിന്റെ ചൈതന്യം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞ 13 വർഷക്കാലവും ഉണ്ടായിട്ടുണ്ട്. 2013 ചെറിയ രീതിയിൽ ആരംഭിച്ച ബോർണത്താലെ 2014 18,112 ക്രിസ്മസ് പാപ്പമാരുമായി
ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്മസ് പാപ്പമാർ പങ്കെടുത്ത ക്രിസ്മസ് ഫെസ്റ്റായി ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറി പറ്റുകയുണ്ടായി. ഓരോ വർഷം കഴിയുന്തോറും ഓരോ പുതുമകൾ നമ്മൾ അതിനെ തേടി പോകാനുള്ള യാത്രയ്ക്ക് കൂടി നമുക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഉത്തരം കിട്ടാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇത് പരീക്ഷാകാലം കൊണ്ട് കൂടിയാണ്. ഇന്ന് 10,000-ലധികം വരുന്ന പാപ്പന്മാരിൽ അധികവും വിദ്യാർത്ഥികളാണ്. ഒരു പക്ഷേ ഇനി വരുന്ന വലിയൊരു പരീക്ഷാകാലത്തിന് പോലും പ്രാധാന്യമുള്ളത് എന്നുള്ളൊരു കാലഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ഈ ഒരു ദിവസത്തെ മാറ്റി കുറയ്ക്കരുതെന്നുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസം അതിൽ തയ്യാറായത്. അതിന് വലിയൊരു നന്ദി പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ പാപ്പന്മാർക്ക്. അതിനേക്കാൾ ഏറെ കുട്ടികളായിട്ട് ഒട്ടേറെ പാപ്പന്മാർ നമുക്കൊപ്പം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. സഭയുടെ ഒരു എനർജി നമ്മൾക്ക് പിന്നെയും നമ്മൾ ഫ്യൂലായിട്ട് മാറാടുന്നുണ്ട്. അതിനായിട്ട് മികച്ചൊരു കൈയുടെ തുടരെ നൽകിക്കൊണ്ട് തന്നെ ഡാൻസിംഗ് പാപ്പാസ് യെസ്, അടുത്തൊരു ഡാൻസ് കൂടി ഒരിക്കൽ കൂടി ഏറ്റവും ആവേശവും ആരവം നിറച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അവർ ഡാൻസ് ചെയ്യാണ്. സുഖേശ്വരി ഏറ്റവും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നതും ഏറ്റവും ഈ ഗാനത്തിനൊപ്പം തന്നെ അവർക്ക് വരുന്നൊരു ആവേശം തന്നെയാണ്. എന്നെ ഏറെ നന്ദി പറയേണ്ട നമ്മുടെ ഇന്ന് കാത്തിരിക്കുന്ന കാഴ്ചയുടെ വിസ്മയങ്ങളുടെ പകുതി പോലും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നമ്മൾ കണ്ട കാഴ്ചകളിലേക്കാൾ ഏറെ കാണാൻ പോകുന്ന പൂരം വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരുപാടേറെ പാപ്പന്മാർ ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് ഏറെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മണിക്കൂറോളം കാത്തിരുന്നാൽ പോലും, ഒരുപക്ഷെ ഇത്രയും മണിക്കൂറോളം സ്വരാജ് റൗണ്ടിൽ നിന്നാൽ പോലും ഒട്ടും മടുക്കാതെ ആവേശം ചോരാതെ പാപ്പന്മാർക്കൊപ്പം തന്നെ നമുക്ക് നൃത്തം വയ്ക്കാനും ഒപ്പം ഈ ഒരു ആഘോഷത്തിന്റെ താളവിസ്മയത്തിനൊപ്പം തന്നെ നിലകൊള്ളാനും സാധിക്കുന്നത്. അത് വീണ്ടും 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 നമ്മൾ ഒരിക്കൽ കൂടി തൃശ്ശൂർ പേരൂരിന്റെ ആഘോഷത്തിന്റെ പെരുമ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നതിന് വലിയ തെളിവാണ്. 120 ഇടവകകൾ, 10,000-ലധികം വരുന്ന പാപ്പകൾ, 13ഓളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കലാസൃഷ്ടികളുടെ പ്ലോട്ടുകൾ, അങ്ങനെ എണ്ണം പറഞ്ഞ കലാവിസ്മയത്തിനെ ഒരിക്കൽ കൂടി മാറ്റുകൂട്ടുമ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്തുകൊണ്ട് ആഘോഷത്തിന്റെ നഗരമായിട്ട് മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ആഘോഷത്തിന്റെ നഗരം തൃശ്ശൂർ പേരൂരിനെ കരയുടെ സാംസ്കാരിക തലസ്ഥാന നഗരി എന്ന കേരളത്തിന്റെ ഏറ്റവും മാറ്റുകൊണ്ടുന്ന പേരായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2013 തുടങ്ങി ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് 14 കെട്ടിയ 18,000-ലധികം വരുന്ന പാപ്പന്മാരുടെ വലിയും അണി നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൂട്ടായ്മയാണ്, കൂടിച്ചേരലാണ് ഇപ്പോഴും സംഘാടന മികവുറ്റ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ആ കാഴ്ചകളുടെ വിസ്മരിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്ലോട്ട് കൂടി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഗലീലി തടാകത്തിൽ പായ്വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ആവിഷ്കാരമാണ് ജില്ലാശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ 12 അകലം തീരെ ഇല്ലാതെ ക്രമീകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഫ്ലോട്ടുകളും ഡാൻസിംഗ് പാപ്പന്മാരും തമ്മിലുള്ള അകലം പരമാവധി കുറച്ച് ഒപ്പത്തിനൊപ്പം മൂവ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ എഴുതി ചേർക്കപ്പെട്ട, ആലേഖനം ചെയ്യപ്പെട്ട തൃശ്ശൂരിൻ്റെ ബോൺനതാലെ 2014 18,112 പാപ്പമാരുമായുള്ള തൃശ്ശൂരിൻ്റെ ബോൺനതാലെ ഇതാ 2013 ആരംഭിച്ച് 13ാമത് വർഷം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവനായിട്ട് മുലച്ച 2020 ഇതൊരു ചടങ്ങ് മാത്രമായി നാം സംഘടിപ്പിച്ചു. ബാക്കിയുള്ള എല്ലാ വർഷക്കാലയളവിലും തൃശ്ശൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും അന്യ സംസ്ഥാനത്തുള്ള കാണികളെ പോലും ആകർഷിക്കുന്ന തരത്തിലേക്ക് മഹത്തായ ഒരു ദൃശ്യവിസ്മയമായി തന്നെ ഇത് ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചു. 2013 തൃശ്ശൂരിൽ ആരംഭിച്ച ബോൺനതാലെ പിന്നീടുള്ള വർഷങ്ങളിൽ അയൽ ജില്ലകളിലേക്ക്, അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന കാഴ്ച നമുക്ക് കണ്ടതാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പാണ് ഏറ്റവും മനോഹരമായി കോയമ്പത്തൂർ നഗരത്തിൽ ബോൺനതാലെ നടന്നത്. കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ബോൺനതാലെ ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായുള്ള ക്രമീകരണം ബോൺനതാലയ്ക്ക് വേണ്ടി ഒരുക്കാൻ എല്ലാ വർഷവും സംഘാടകർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവ് കൂടിയാണ് ഈ വർഷത്തെ ബോൺനതാലെ. ഇനി നമ്മൾ തൃശ്ശൂർകാർക്ക് ഏറ്റവും അഹങ്കാരത്തെയും അഭിമാനത്തോടെയും പറയാം, ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ആഘോഷം ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണെന്നുള്ളത്. സ്വന്തനാണ് നമ്മൾ ഓരോ വർഷവും സാക്ഷ്യം വഹിക്കാറുള്ളതും 2025 എത്തുമ്പോൾ അത് ഒട്ടും തന്നെ മാറ്റി കുറയ്ക്കാതെ നമ്മളിലേക്ക് മുമ്പിൽ ദൃശ്യവിസ്മയം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും പകുതിയിലേറെ പാപ്പമാരും ദൃശ്യവിസ്മയം ഒരുക്കുന്ന പ്ലോട്ടുകളും പാപ്പമാർക്കൊപ്പം തന്നെ അദൃശ്യവിസ്മയങ്ങൾക്കൊപ്പം തന്നെ അതിന് സാക്ഷ്യം വഹിക്കാനുള്ള ആഗ്രഹത്തിലേറെയുള്ള ജനങ്ങൾ പല ഭാഗത്തു നിന്നായി സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലയാളക്കര കാത്തിരുന്ന ക്രിസ്മസ് ആഘോഷം എന്താണ് എന്നുള്ളതിനോട് കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബോൺനതാലയുടെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് സ്വരാജ് റൗണ്ടിൽ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ആഘോഷങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ മികച്ചൊരു ദൃശ്യവിസ്മയം ചിലപ്പോൾ മിസ്സായേക്കാം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോവും പുലിക്കളിയും കഴിഞ്ഞ് ഒരിക്കൽ കൂടി ജനാരവങ്ങൾ കൊണ്ടും ആഘോഷങ്ങളുടെ മികവ് കൊണ്ടും ബോൺനതാലെ സ്വരാജ് റൗണ്ടിൽ ശക്തന്റെ നാട്ടിൽ, ആഘോഷങ്ങളുടെ നാട്ടിൽ, നാനാജാതി മതസ്ഥർക്ക് അപ്പുറത്തേക്കായിട്ട് ആഘോഷങ്ങൾക്ക് ഭാഷാപരിമിതികളില്ല, ആഘോഷങ്ങൾക്ക് അതിർവരമ്പുകളില്ല എന്ന് ഒരിക്കൽ കൂടി കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ ബോൺനതാലെ ഏറ്റവും ആവേശഭരിതമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോഴും എത്രത്തോളം ആവേശത്തോടെയാണ് പപ്പവർ നിങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു മുഖത്തോടെ ഒട്ടും എനർജി ഒട്ടും കുറയ്ക്കാതെ തന്നെ ഏറ്റവും കിടൽ പെർഫോമൻസുകളുമായിട്ട് നമുക്ക് മുമ്പിലെത്തുന്നത്. അതിൽ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം ഒരിക്കൽ പോലും ഈ പാപ്പമാർ മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോ വർഷവും സ്വരാജ് റൗണ്ടിൽ ഇവർ ഒരുമിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുമിച്ച് ഇത്രത്തോളം 10,000-ലധികം വരുന്ന പാപ്പകൾ നൃത്തം ചെയ്യുമ്പോൾ ഒരു ഐക്യത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേ താളബോധത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇവർ ഒരിക്കൽ പോലും ഒരുമിച്ച് നൃത്തം അഭ്യസിക്കുകയും ോടെയാണ് നമുക്ക് മുമ്പിൽ
ഇവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുമ്പിൽ കാഴ്ചയുടെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം ആവേശവും ആരവം ക്രിസ്മസ് കഴിഞ്ഞ് 2ാം നാൾ ന്യൂ ഇയറിൻ്റെ പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ, ഒരുപക്ഷെ 2-3 നാളുകൾക്കപ്പുറം പുതുവർഷങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്ന മലയാളക്കരയ്ക്ക് തൃശ്ശൂരിൻ്റെ ആഘോഷ നിരയിലേക്ക് പാപ്പന്മാർ അണിനിരക്കുമ്പോൾ ഒരുപക്ഷെ അതുതന്നെയാണ് നമ്മളിലേക്കുള്ള പുതുമയും അതിനേക്കാളേറെ മികവുറ്റ കാഴ്ചകൾ ഒരുക്കുന്ന അമ്മമാർ കൂടെ ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. പാപ്പന്മാർക്കൊപ്പം തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ വലിയൊരു സംഘാടന മികവ് കൂടെ ചേരുന്നു. ആഘോഷ രാവിലേക്ക് എത്തുമ്പോൾ ഇരട്ടിനൊപ്പം തന്നെ എത്രത്തോളം വെളിച്ചത്തിന് പ്രാധാന്യമുണ്ട്, ആഘോഷത്തിൻ്റെ തിരികൾ തെളിയിച്ചുകൊണ്ട് തന്നെ ഇന്ന് കുറേയേറെ ലൈഫ് സ്റ്റൈൽ പാപ്പന്മാർ നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കാരണം LED ധരിച്ചു വെച്ചിട്ടുള്ള മികവുറ്റ പാപ്പന്മാർ നമുക്കൊപ്പം നൃത്തം ചെയ്യുമ്പോൾ അത് ദൃശ്യവിസ്മയങ്ങളുടെ ഏറ്റവും പകരം വയ്ക്കാനാവാത്ത, മറ്റൊരാൾക്കും പകരം വയ്ക്കാനാവാത്ത ദൃശ്യവിസ്മയങ്ങൾ നമ്മുടെ ഡാൻസിങ് പാപ്പാസ് 10,000-ലധികം വരുന്ന പാപ്പന്മാർ നിങ്ങൾക്ക് നൽകുമെന്നുള്ള വലിയൊരു ഉറപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 120 ഇടവകളിൽ നിന്നായി, തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ഒരുമിച്ച് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഒരുമിക്കുമ്പോൾ അവരിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ഈ ആവേശം തന്നെയാണ് ഏറ്റവും ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടിക്കൊണ്ട് എത്തുന്നതും. അടുത്തൊരു നൃത്തത്തിനായി ഒരുപക്ഷെ നമ്മൾ കാതോർത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കായി നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ അടുത്തൊരു ഡാൻസ് എപ്പോൾ വരും എന്നുള്ളൊരു ചോദ്യവുമായിട്ട് ഡാൻസിങ് പാപ്പാസ് മെല്ലെ 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 നിങ്ങളിലേക്ക് മുമ്പിലെത്തുകയാണ്. ഒരു പ്രാവശ്യവും 15 മിനിറ്റ് ഇടവേളകളിൽ പാട്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്ന പാപ്പമാർ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരുപക്ഷെ ഒരു ടീം കഴിഞ്ഞ് അടുത്തൊരു ടീം എത്തുമ്പോഴും ഈ നൃത്തത്തിനൊപ്പം തന്നെ ഒരേ താളബോധത്തോടെ ഏറ്റവും മികവുറ്റ കാഴ്ചകൾ നിങ്ങൾക്ക് നൽകണമെന്ന ദൃഢനിശ്ചയം ഓരോ പാപ്പമാർക്കുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രായത്തെ പോലും അവർ വകവയ്ക്കാതെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ 60-കാർ വരെ നമുക്ക് പാപ്പമാരായിട്ട് നമുക്ക് ഒപ്പം നിൽക്കുമ്പോൾ അത് ഏറ്റവും വിസ്മയം ഒരുക്കുന്ന കാഴ്ചയായിട്ട് മാറ്റുന്നതും അത് തന്നെയാണ്. നമുക്ക് ഇതിനേക്കാൾ ഏറെ ആവേശം നൽകുന്ന മറ്റെന്താണ് നൽകാനാവുക എന്നുള്ളത് ഒരിക്കൽ കൂടി മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വിത്തുന്ന വലിയ കാഹളം ഉയർത്തിക്കൊണ്ട് തന്നെ ആഘോഷാരവത്തിനെ പാപ്പമാർ നമുക്ക് മുമ്പിൽ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നേരം വൈകും തോറും നമ്മുടെ കാണികളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ട് വളർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ പാപ്പമാർക്ക് വേണ്ട, അവർക്ക് നൃത്തം ചെയ്യാൻ വേണ്ട കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും തന്നെ ഏറ്റവും അടുത്ത് നിൽക്കാതെ തന്നെ കുറച്ച് അകലം പാലിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് അവർക്ക് നൃത്തം ചെയ്യാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ ഈ ഒരു ആഘോഷയാത്ര, ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആവേശം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളൊപ്പം സഹകരിക്കുന്ന പോലീസ് സേനയ്ക്ക് ഏറ്റവും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും കൃത്യമായിട്ടുള്ള നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം വോളണ്ടിയർ സേനയ്ക്കൊപ്പം തന്നെ ഏറ്റവും മികച്ച നിർദ്ദേശങ്ങൾക്കുമായിട്ട് ഈ ആഘോഷത്തിന് നല്ല നടത്തിപ്പിനായിട്ട് മണിക്കൂറോളം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് സ്വരാജ് റൗണ്ടിൽ എത്തുന്ന, ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിലും റൗണ്ടിലേക്ക് നമ്മൾ എത്താറുണ്ട് അല്ലേ, പക്ഷേ ഇന്ന് സ്വരാജ് റൗണ്ടിൽ എത്തിരുന്നത് ആഘോഷത്തിൻ്റെ ഏറ്റവും മികവുറ്റ കാഴ്ചകൾ കാണാനാണ് എന്നുള്ള വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പിന്നെയും വിസ്മയിപ്പിക്കുന്ന പാപ്പകൾ നമുക്ക് മുമ്പിൽ എത്തുമ്പോഴും ഏറ്റവും മികവുറ്റ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ കാതുകളും കണ്ണുകളും എല്ലാം ഇനി അടുത്തൊരു ഡാൻസിനായിട്ട്, അടുത്തൊരു നൃത്തത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അധികം വൈകാതെ തന്നെ അടുത്തൊരു നൃത്തവുമായിട്ട് നമ്മൾ മുമ്പ് കണ്ട പാപ്പമാരെല്ലാം പുതിയ പാപ്പകൾ കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നൊരു സമയത്തിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. ഇനിയും യാത്ര തുടങ്ങാത്ത, ഒരുപക്ഷെ ആഘോഷ യാത്രയിലേക്ക് ചലയ്ക്കാത്ത പാപ്പമാർ ഇപ്പോഴും സെൻറ് തോമസ് കോളേജ് റൗണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പകുതിയോളം മാത്രമാണ് പാപ്പമാർ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ കണ്ടതിനേക്കാളേറെ കാണാൻ പോകുന്ന വിസ്മയ കാഴ്ചകളിലായിട്ട്, നിങ്ങളുടെ ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളിലേക്കായി അവർ എത്തുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ. അനൗൺസ്മെൻറ്റ് പോയിന്റിന് പുറകിലുള്ള ബിൽഡിങ്ങിൻ്റെ 2 നിലകളിലായി നിൽക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പോലീസ് അധികാരികളുടെ കൃത്യനിർദ്ദേശം ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങാനുണ്ട്. മുകളിലെ പാരപ്പറ്റ് തേക്കാത്തത് കാരണം അവിടെ നിന്ന് കട്ട അടർന്നു വീഴുന്നുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പോലീസ് അധികാരികൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ദയവായി ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് നിൽക്കുന്ന മുഴുവൻ കാണികളും അടിയിലേക്ക് വരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും മുകളിലെ നിലയിലുള്ള മുഴുവൻ കാണികളും ദയവായി അടിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോലീസ് അധികാരികളുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ്. അവർ അവിടേക്ക് വരാനിരിക്കുകയാണെന്ന കാര്യം പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. ദയവായി അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിനീതമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ 1-ാം നിലയിൽ നിൽക്കുന്നവർ അവിടെ പാരപ്പറ്റില്ല, നിങ്ങൾ വളരെ ചേർന്നാണ് നിൽക്കുന്നത്, ശ്രദ്ധിച്ച് ഇരിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, യോന പ്രവാചകൻ്റെ
ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ജില്ലാശുപത്രിക്ക് മുൻവശം എത്തിച്ചേർന്നിരിക്കുന്നത്. 3 ദിവസം തിമിംഗല മത്സ്യത്തിനുള്ളിൽ കിടന്ന യോന പ്രവാചകൻ്റെ ചിത്രം അങ്ങനെ തന്നെ ആലേഖനം ചെയ്തിട്ടുള്ള ഫ്ലോട്ട് ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ജില്ലാശുപത്രിക്ക് സമീപം പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2013 ആരംഭിച്ച പോൺ നദാലെ അത് കേവലം ക്രിസ്മസ് ആഘോഷങ്ങളുടെ പേരിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയല്ല, മറിച്ച് തൃശ്ശൂരിൻ്റെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന, തൃശ്ശൂരിൻ്റെ സാമൂഹ്യ നന്മ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സാംസ്കാരിക പൊതു അടയാളം കൂടിയാണ്. അതിനപ്പുറത്ത് തൃശ്ശൂരിൻ്റെ കാരുണ്യ മുഖം ഈ ബോൺ നദാലയിൽ കൃത്യമായിട്ട് നിഴലിക്കുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷ കാലയളവിൽ തൃശ്ശൂർ അതിരൂപത അംഗീകരിക്കാൻ തൃശ്ശൂർ അതിരൂപതയ്ക്കും തൃശ്ശൂർ കോർപ്പറേഷനും സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഏറ്റവും കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ഡാൻസിംഗ് പാപ്പാസ്, ബി റെഡി ഫോർ ദ ഡാൻസ്. അൻപതിലധികം ഇടവകൾ ഇനിയും ഡാൻസിംഗ് പാപ്പമാരുമായി ഇവിടെ ദൂരെ നിന്നു വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളെ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പോണത്താലേ ആടിടാം ഒന്നായി പാടിടാം സാമൂഹം ആത്മീയ നാഥനെ വരവേറ്റിടാം ആളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പോണത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനപുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവയ്ക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവയ്ക്കാം
പിന്നാലെ. സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 40ഓളം ഇടവകകളിൽ നിന്നുള്ള ഡാൻസിംഗ് പാപ്പമാർ ഇനിയും സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാനുണ്ട്. 4ലധികം ഫ്ലോട്ടുകളും സ്വരാജ് റൗണ്ടിലേക്ക് ഇനിയും പ്രവേശിക്കാനുണ്ട്. നമ്മുടെ മുൻനിര ഇതിനകം തന്നെ പാറമേക്കാവ് അമ്പല പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ജനബാഹുല്യമാണ്. യാതൊരുവിധ അച്ചടക്ക പ്രശ്നങ്ങളുമില്ലാതെ തന്നെ കഴിഞ്ഞ 13 വർഷക്കാലയളവിലും ബോൺനദാലെ തൃശ്ശൂർ അതിരൂപതയിൽ 13,000ഓളം ക്രിസ്മസ് പാപ്പമാരുമായി അണിചേർന്ന വേൾഡ് ഗിന്നസ് റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് 2014 18,112 പാപ്പാമാരുമായി തൃശ്ശൂർ പൂര നഗരം വലിയ ദൃശ്യവിസ്മയ കാഴ്ചയൊരുക്കി. ഇന്നേ വരെ ഭേദിക്കപ്പെട്ടില്ലാത്ത 18,112 ഡാൻസിംഗ് പാപ്പമാരുടെ ക്രിസ്മസ് പാപ്പമാരുടെ റെക്കോർഡ് ഇന്നും തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ, തൃശ്ശൂർ പൗരാവലിയുടെ പേരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഓരോ തൃശ്ശൂരുകാരനും ഏറെ അഭിമാനിക്കാവുന്ന ചരിത്ര മുഹൂർത്തമാണ്. ഇതാ തൃശ്ശൂരിൻ്റെ, കേരളത്തിൻ്റെ കർഷക പാരമ്പര്യം വിളിച്ചോതുന്ന കർഷക കുടുംബം ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ജില്ലാശുപത്രി പരിസരത്ത് നിന്ന് പ്രവേശിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തനിമയിൽ തൃശ്ശൂരിൻ്റെ കാർഷിക പെരുമ, കേരളത്തിൻ്റെ കാർഷിക പെരുമ അത് അനിഷേധ്യമാണ്. ഒരുപക്ഷെ കുടിയേറ്റ മേഖലകളിൽ വന്യമൃഗശല്യത്തിൻ്റെയും വലിയ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പോലും വലിയ രീതിയിൽ കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന കർഷക കുടുംബങ്ങൾ, നമ്മുടെ നാടിനെ അന്നമൂട്ടുന്ന കർഷക കുടുംബങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു കർഷക കുടുംബം ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ജില്ലാശുപത്രി പരിസരത്ത് നിന്ന് ടേബ്ലോ രൂപേണ, ഫ്ലോട്ട് രൂപേണ ആലേഖനം ചെയ്ത് ആവിഷ്കരിച്ച് പ്രവേശിച്ചിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും അന്നമൂട്ടുന്ന, ഈ നാടിന് അന്നമൂട്ടുന്ന കർഷകരെ ഓർത്ത് ഈ ബോൺനദാലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൂടി പ്രതീക്ഷയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കർഷക കുടുംബത്തിന്റെ ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇതിനകം ജില്ലാശുപത്രി പരിസരത്ത് നിന്ന് പ്രവേശിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഏറെ ആസ്വാദന മികവോടുകൂടെ ആസ്വദിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 13,000 ക്രിസ്മസ് പാപ്പമാരുമായി നോർത്തേൺ അയർലൻഡിൽ നിലവിലുണ്ടായിരുന്ന വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2014 തൃശ്ശൂർ അതിരൂപതയുടെ ബോൺനദാലയുടെ സവിശേഷതയായിരുന്നു. ഓരോ വർഷവും വ്യത്യസ്തങ്ങളായിട്ടുള്ള, വൈവിധ്യങ്ങളായിട്ടുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് ബോൺനദാലെ ഓരോ വർഷവും ഏറെ മനോഹാരിതയോടുകൂടെ, ഏറെ തനിമയോടുകൂടെ, അതിലേറെ സാംസ്കാരിക അനുരൂപണത്തിന്റെ പ്രതീകമായി ഈ രാജ്യത്ത് തന്നെ, ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ, ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സാധ്യതയായി ഇപ്പോഴും അവശേഷിപ്പിക്കുകയാണ്. ലോകത്ത് വൈവിധ്യങ്ങളായിട്ടുള്ള ഫ്ലോട്ടുകളുടെ അകമ്പടിയോടുകൂടെ 10,000-ലധികം ക്രിസ്മസ് സാന്റാക്ലോസ്മാരുടെ സാന്നിധ്യത്തിൽ തൃശ്ശൂർ അതിരൂപതയിലെ 130-ലധികം വരുന്ന ഇടവകകളുടെ പ്രതീകങ്ങളായി തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ പ്രദേശത്തിൻ്റെയും, കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ അവർ ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടിയുടെ ചീഫ് പാട്രനായിട്ടുള്ളത് പുതുതായി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂരിന്റെ സ്വന്തം ഡോക്ടർ നിധി ജസ്റ്റിനും ഒപ്പം തന്നെ തൃശ്ശൂരിന്റെ സ്വന്തം ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവുമാണ്. ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ സ്വപ്നമായിരുന്നു, 2013 കണ്ട സ്വപ്നമാണ് 13 വർഷക്കാലം തുടർച്ചയായി തൃശ്ശൂർ നഗരവീഥികളെ ഏറ്റവും വിസ്മയ കാഴ്ചയാക്കി, ഏറ്റവും മഹത്തരമായിട്ടുള്ള കാഴ്ചയായിട്ട് നിലനിർത്തിയത്. ഞാൻ സൂചിപ്പിച്ചത് അത്രയും മനോഹരമായി സംഘടിപ്പിക്കാൻ, വൈവിധ്യങ്ങളായ ആളുകളുടെ കൂടെ സഹകരിപ്പിക്കാൻ ഈ ക്രിസ്മസ് ബോൺനദാലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തൃശ്ശൂരിൻ്റെ നന്മയാണ്, തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നന്മയുടെ പ്രതീകം കൂടിയാണ്. പുലിക്കളി തൃശ്ശൂർ കണ്ട് പരിചയിച്ചതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ 4ാം നാൾ നടക്കുന്ന തൃശ്ശൂരിൻ്റെ പുലിക്കളി, തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകം മുഴുവൻ പേറുന്ന തൃശ്ശൂരിൻ്റെ പുലിക്കളി, അതിനോട് സമാനമായിട്ടുള്ള രീതിയിൽ വലിയ രീതിയിൽ ഒരു സാംസ്കാരിക അനുരൂപണത്തിൻ്റെ കൂടി പ്രതീകമായിക്കൊണ്ട് ക്രിസ്മസ് ഘോഷയാത്ര കഴിഞ്ഞ 13 വർഷക്കാലങ്ങളായി നാം നടത്തി വരുന്നു, സംഘടിപ്പിച്ചു വരുന്നു. Dear dancing papas, are you ready for a dance? Are you ready? തൃശ്ശൂരിന്റെ സ്വന്തം സംസ്കാരം വിളിച്ചോതുന്ന ഫ്ലോട്ടാണ് ഇതാ
ജില്ലാശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പുലിക്കളിയുടെ, കഥകളിയുടെ, മാർഗംകളിയുടെ, മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ പശ്ചാത്തലം നമുക്ക് ശ്രീ വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നേരിട്ട് കാണാം. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തനിമ, തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നിരൂപണം, അത് ഈ നാടിൻ്റെ മതസൗഹാർദ്ദമാണ്, ഈ നാടിൻ്റെ മതമൈത്രിയാണ്. മറ്റേതൊരു നാട്ടിലും വൈവിധ്യങ്ങളായിട്ടുള്ള വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തനിമ, അത് ക്രൈസ്തവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും മുസൽമാനാണെങ്കിലും ഒരേപോലെയാണ്, ഒരേ മനസ്സാണ്, ഞങ്ങളുടെ രക്തത്തിന് ഒരേ നിറമാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്ലോട്ടാണ് ഇതാ ജില്ലാശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏറെ സ്നേഹമുള്ളവരെ, ഡാൻസിന് ഒരു 2-3 മിനിറ്റ് കൂടി ദയവായി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫ്ലോട്ട് ഒരെണ്ണം കൂടി, അധികം ഫ്ലോട്ടുകളാണ് നമുക്കിപ്പോൾ ഈ വർഷം ബോൺ നദാലയിൽ അണിചേർന്നിട്ടുള്ളത്. 11ാമത് ഫ്ലോട്ടാണ്. വടക്കുംനാഥൻ്റെ പശ്ചാത്തലത്തിലുള്ള മതമൈത്രിയുടെ പ്രതീകമായിട്ടുള്ള 11ാമത് ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഫ്ലോട്ടും ഡാൻസിങ് പാപ്പന്മാരും തമ്മിലുള്ള അകലം പരമാവധി കുറച്ച് പരമാവധി ഫ്ലോട്ടുകളെയും പരമാവധി ഡാൻസിങ് പാപ്പന്മാരെയും സ്വരാജ് റൗണ്ടിലേക്ക് ക്രമീകരിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ബോൺനദാലയുടെ മുൻനിര ഇതിനകം സ്വരാജ് റൗണ്ട് പൂർത്തീകരിച്ച് സെൻറ് തോമസ് കോളേജ് റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ തന്നെ പരമാവധി വേഗം സാധിക്കുന്നിടത്തോളം ഫ്ലോട്ടുകളും സാധിക്കുന്നിടത്തോളം ഡാൻസിങ് പാപ്പന്മാരും സ്വരാജ് റൗണ്ടിലേക്ക് കയറേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഫ്ലോട്ടുകളോട് പരമാവധി ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ ഡാൻസിങ് പാപ്പന്മാർ നിൽക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ആഘോഷങ്ങളുടെ നാട്ടിലേക്ക്, തൃശ്ശൂർ പേരൂരിൻ്റെ പൂരനഗരിയിലേക്ക്, ഒരുപക്ഷെ വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് വടക്കുംനാഥൻ്റെ തന്നെ സ്വന്തം പ്ലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ള ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തുകൊണ്ടേ. കാരണം റൗണ്ടിൽ ആശുപത്രിക്ക് സമീപം, ജില്ലാശുപത്രിക്ക് സമീപം വടക്കുംനാഥന്റെ പശ്ചാത്തലത്തിലുള്ള പ്ലോട്ട് സമ്മാനിക്കുമ്പോൾ അത് മെല്ലെ മെല്ലെ ചരിച്ച് വടക്കുംനാഥന്റെ മുൻപിൽ ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ബോൺ നദാല 2K25ന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാഴ്ചകൾ എന്തായെന്ന് ചോദിച്ചാൽ അതൊന്നായി മാറുന്നത് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇപ്പോഴും പാപ്പമാർ നമുക്ക് മുമ്പിൽ എത്തുന്നത് പുതിയ പുതിയ കലാസൃഷ്ടികളുമായിട്ട് നമ്മൾ തുടക്കത്തിലെ കണ്ടതാണ്. ആധുനികതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് കലാമികവറ്റ സൃഷ്ടികൾ നമുക്ക് മുമ്പിൽ എത്തുന്നത് കാഴ്ച. അതിന് ഏറ്റവും തുടക്കം കുറിച്ചത് ഒരുപക്ഷെ 2K20. അടുത്തൊരു നൃത്തത്തിനായി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പാപ്പകൾ ഇനി എപ്പോഴാണ് ഒരുമിച്ച് ഒരേ താളബോധത്തോടെ നൃത്ത വിസ്മയം ഒരുക്കും. കൈയുടെ ഒരു
നടന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നീട് നിൽക്കുമ്പോഴും അതിനൊപ്പം തന്നെ ഏറ്റവും ആവേശമുയർത്തിയ കാണികളും അവർക്ക് ചുറ്റും നിൽക്കുകയാണ്. 3 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ പല തവണ ആവർത്തിച്ച് ഡാൻസ് കളിച്ചിരിക്കുന്നു. ഇപ്പോഴും ബോൺ നത്താലെ തുടങ്ങി വെക്കുമ്പോൾ ഒരുപക്ഷെ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തർക്കും കാണാൻ സാധിച്ച പാപ്പാമാരുടെ മുഖത്ത് ചൈതന്യവും ആവേശവും ആഘോഷവും ആരവവും എത്രത്തോളം ഉണ്ടായിരുന്നോ അത്ര തന്നെ 3 മണിക്കൂറുകൾ പിന്നിട്ടുമ്പോഴും ഈ ഒരു സമയത്തും യാത്രയുടെ ഇരുട്ടുപിടിച്ചവും ആഘോഷത്തിന്റെ ആവേശത്തിന് മേലെ പോവാതെ ഒരൊട്ടും തനിമ ചോരാതെ തന്നെ ഇപ്പോഴും അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് തൃശ്ശൂരിന്റെ ആഘോഷത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയായിട്ട് മാറ്റുകൂട്ടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് തൃശ്ശൂർ ജില്ലയുടെ നാനാഭാഗത്തു നിന്ന് പല ഇടവുകളിൽ നിന്ന് ഏകദേശം 120ഓളം ഇടവുകളിൽ നിന്ന് 10,000-ലധികം പാപ്പന്മാർ വന്ന് ഒരു മനസ്സോടെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പാപ്പന്മാരുടെ മുഖത്ത് മുഴുവൻ കാണുന്ന ആവേശവും ചൈതന്യവും ഒന്ന് തന്നെയായിരിക്കും. അത് ഞങ്ങൾ ആഘോഷത്തിന്റെ നാട്ടുകാരാണ്. അതിനേക്കാൾ ഉപരി മികച്ച ആഘോഷങ്ങൾ എന്തും ഞങ്ങൾ സമ്മാനിക്കുന്നത് ഇവിടെ തൃശ്ശൂർ പേരൂരിന്റെ ശക്തന്റെ മണ്ണിലാണ് എന്ന് കൂട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്ര സമയം പിന്നിയിട്ടും അടുത്ത കാഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണും കാതുകളും ഇങ്ങനെ കോർപ്പിച്ച് പിടിച്ചിരിക്കുന്നത്. ഇനിയും പ്ലോട്ടുകളും ഒപ്പം തന്നെ ഡാൻസിങ് പർപ്പസും ഇനിയും നിങ്ങളിലേക്ക് മുമ്പിൽ എത്താറുണ്ട്. ഒരുപക്ഷെ ഒരേ പാട്ടുകളാണെങ്കിലും ഈ പാട്ടുകൾക്ക് ആവർത്തിക്കുമ്പോൾ ഒപ്പം തന്നെ നൃത്തവിസ്മയങ്ങൾ വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഇനി എത്ര തന്നെ മണിക്കൂറുകൾ പിന്നിട്ടാലും രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയാലും ഇനി ഏതൊക്കെ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കലാസ്നേഹികൾ ഞങ്ങൾക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ടോ ആ നിങ്ങളെ ഒന്നും നിരാശപ്പെടുത്താതെ ഏറ്റവും മികവുറ്റ കാഴ്ചകൾ കാണിച്ച് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു അയക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ 10,000-കണക്കിന് വരുന്ന പാപ്പാമാർ ഓരോ നിമിഷവും തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതും ആവേശം എങ്ങനെയാണ് അല്ലെ ഒട്ടും ചോരാതെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തെ എങ്ങനെയാണ് നമ്മൾ തീകെടുത്താൻ സാധിക്കുക? കാരണം അവർക്കൊരൊറ്റ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം മാത്രമാണ്. ഇനി എത്രയൊക്കെ സമയം കഴിഞ്ഞാലും നിങ്ങൾ കാഴ്ചയുടെ അത്ഭുത ലോകത്തിലേക്ക് കൊണ്ട് എത്തിക്കാതെ തൃശ്ശൂർ പേരൂരിന്റെ സ്വരാജ് റൗണ്ട് വിട്ട് നിങ്ങളെ പറഞ്ഞയക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മാസങ്ങളോളം വരുന്ന കഠിന പരിശീലനത്തിനൊടുവിൽ ഒരുപക്ഷെ ഒരിക്കൽ പിന്നെയും മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം കൂടിയാണ് അല്ലെ. അപ്പൊ ആവേശം ചോരാതെ ഒരിക്കൽ കൂടി തുടരെ കയ്യടികൾ ഒരിക്കൽ കൂടി. ഇത് ആഘോഷങ്ങളുടെ നാടാണ്. നമ്മൾ കാണികൾക്കൊപ്പം തന്നെ കലാസ്നേഹികളാണ്, കലാകാരന്മാരാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും ബോണ്ട തലയുടെ മാറ്റ് കൂടുക എന്നല്ലാതെ അത് ഒട്ടും ചോരുകയില്ല, ഒട്ടും കുറവ് വരുത്തുകയില്ല എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് 10,000-ലധികം വരുന്ന പാപ്പന്മാർക്കൊപ്പം തന്നെ കലാസൃഷ്ടിയുടെ ഏറ്റവും മികവുറ്റ പ്ലോട്ടുകൾ ഒരുപക്ഷെ പലതരം കലകളിൽ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പേ കണ്ടതാണ് വടക്കുനാഥിന്റെ മുന്നിലൂടെ വടക്കുനാഥനെ തന്നെ പ്രതികരിച്ചുകൊണ്ട് പ്ലോട്ടുകൾ കണ്ടതാണ്. അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്ന് ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള കാഴ്ചകൾ പിന്നെയും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമൂഹിക വളർച്ചയ്ക്ക് ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് പ്ലോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 1889 കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടതിൽപ്പെടുന്ന സെന്റ് തോമസ് കോളേജിനെ നിങ്ങൾക്ക് കാണാം. ഹെർമൻ കുണ്ടത്ത് അച്ചടിയെ കേരളത്തിന് പരിചയപ്പെടുത്തിയ ഹെർമൻ കുണ്ടത്തിന്റെ പ്രതീകാത്മക ചിത്രം അവിടെയുണ്ട്. തൃശ്ശൂരിന്റെ നഗരിയെ, തൃശ്ശൂരിന്റെ ഗ്രാമപ്രദേശങ്ങളെ അക്ഷരത്തുവരിലേറ്റിയ അർണോസ് പാതിരിയെ നിങ്ങൾക്ക് അവിടെ കാണാം. കേരളത്തിൽ ഓരോ പള്ളിക്കൊപ്പവും പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന തീട്ടൂരം എഴുതിയ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനെ നമുക്ക് കാണാം. കേരളത്തിന്റെ രാജ്യത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് ഭാരതത്തിലെ കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന ഇതിലേറെ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു ഫ്ലോട്ട് നമുക്ക് കാണാനില്ല. കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ കയറി ഫ്ലോട്ടിനും ഒപ്പം തന്നെ പാപ്പമാർക്കും തീരെ നടക്കാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ദയവായി എല്ലാവരും ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഡാൻസിങ് പാപ്പമാർക്ക് സുഗമമായി ഡാൻസ് കളിക്കുന്നുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് കാണികളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലോട്ടുകൾക്ക് സുഗമമായി പോകുന്നുള്ള സൗകര്യവും ഒരുക്കി തരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 20-ലധികം ഇടവകകൾ ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. രണ്ടോളം പ്ലോട്ടുകളും ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. കാണികൾ റെക്കോർഡ് ഭേദിച്ച് 18,112 പാപ്പാമാരുടെ അകമ്പടിയോടുകൂടെ ഈ ലോകത്തിലെ ഏറ്റവും അധികം സാന്താക്ലോസുമാർ അണിനിരുന്ന ക്രിസ്മസ് ഫെസ്റ്റായി 2014 ബോൺ നത്താലെ മാറുകയായിരുന്നു.
തുടർന്നങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും കാരുണ്യത്തിന്റെ മുഖം സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട്, ദൃശ്യാവിഷ്കാരത്തിന്റെ മുഖം സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് വലിയ വൈവിധ്യങ്ങളായിട്ടുള്ള ഫ്ലോട്ടുകൾ അകമ്പടിയോടുകൂടെ നാം മുന്നേറുകയായിരുന്നു. നമുക്കതാ ഒരു ഡാൻസിനൊരുങ്ങാം. സാന്റാ ക്ലോസ്, ആർ യു റെഡി? ആർ യു റെഡി ഫോർ എ ഡാൻസ്? ഓക്കെ, ബി റെഡി. ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൂർണ്ണത്താലേ പാടിടാം ഒന്നായി പാടിടാം സാമോദം ആത്മീയനാഥനെ പരമേറ്റിടാം ആളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൂർണ്ണത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനപുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൂർണ്ണത്താലേ പാടിടാം ഒന്നായി പാടിടാം സാമോദം ആത്മീയനാഥനെ പരമേറ്റിടാം ആളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൂർണ്ണത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനപുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം കാരുണ്യം തേടുന്നീ ഹൃദയങ്ങളിൽ ആശ്വാസം പകരുന്നു പൂർണ്ണത്താലേ ആനന്ദം തേടുന്ന യുവജനതയ്ക്കായി ആഘോഷമൊരുങ്ങുന്നു പൂർണ്ണത്താലേ രാജാക്കളില്ല ഇന്ന് അടിമകളില്ല സ്നേഹത്തിലൊന്നാകും സോദരർണം ദൈവ സ്നേഹത്തിലൊന്നാകും സോദരർണം ദൈവ സ്നേഹത്തിലൊന്നാകും സോദരർണം ദൂരെ ദൂരെ നിന്നും വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൂർണ്ണത്താലേ 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 പുറത്തു വരുമ്പോൾ നാം തിരിച്ചറിയും ആ ദൈവിക ചൈതന്യം വഴി നടത്തും ബെത്ലഹേം നാട്ടിലെ ഇടയരെ കൂട്ടിലവനെ കണ്ടുമുട്ടും ദൈവിക തേജസ്സിൽ മയങ്ങിരിക്കും ആ ദൈവിക തേജസ്സിൽ മയങ്ങിരിക്കും ജനഹൃദയങ്ങളിൽ ഇന്നും വാഴുന്ന രാജാതിരാജനെ വണങ്ങിടുവാൻ ആമോദത്തോടെ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും
ആഘോഷരാവിൽ ആനന്ദം തിരതല്ലും പോന്നത്താലേ ആയിരാവുമായി ആയിരാം സാമൂഹ ആത്മീയനാഥനെ ആളത്തിൽ ഒന്നായി പാടിയ ഭക്താദിനായി പോന്നത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനം ചെയ്തവനെ മാറിടാം ഞങ്ങളില്ല സ്നേഹത്തിൻ സുവിശേഷം പങ്കുവയ്ക്കാം നിങ്ങൾ സ്നേഹത്തിൻ സുവിശേഷം പങ്കുവയ്ക്കാം ഓന്നത്താലേ ഇനിയും ഒട്ടും ആവേശം ചോരാതെ തന്നെ ഒരിക്കൽ കൂടി നമുക്ക് നൃത്തം കാണണമെന്നുള്ള അതീയമായ അമിതാവേശത്തോടു കൂടി തന്നെ പാപ്പന്മാർ നമ്മളെ കാത്തിരിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട് ആവേശത്തിൽ ഒരുപക്ഷെ സ്വരാജ് റൗണ്ടിൽ 2 വശങ്ങളിലായിട്ട് നിന്നവർ ഇപ്പോഴും പാപ്പന്മാർ പോകാനുള്ള സ്ഥലത്തെ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. കാരണം ഏറ്റവും അടുത്ത് കാണുക എന്നുള്ള ആവേശത്തിനൊപ്പം തന്നെ ഇനിയും ഏറെ പാപ്പന്മാർ നിങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു പോവേണ്ടതുണ്ട് എന്നുള്ള വലിയൊരു മര്യാദയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ കഴിവതും ചേർന്ന് ഇതൊരു കുപ്പിക്കഴുത്താക്കി മാറ്റാതെ 2 വശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ കൂടി നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ സമയം. കാരണം ഇനിയും ഏറെ കണ്ടതിനേക്കാളേറെ ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ 10,000-ലധികം വരുന്ന പാപ്പന്മാരാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ബോൺ നത്താലയുടെ ഏറ്റവും ആഘോഷവും നിറച്ചുകൊണ്ട് തന്നെ എത്തുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയേറെ വീതിയേറിയുള്ള കലാസൃഷ്ടികൾ പ്ലോട്ടുകളുടെ രൂപത്തിൽ കലാമികവോടുകൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട്. കാരണം സമയം ഏറെ പിന്നിടുമ്പോഴും അതിനൊപ്പം തന്നെ വീരുന്ന കാഴ്ചകൾ ഒട്ടും മികവ് കുറയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണമെന്നുള്ള ഏറ്റവും ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് ഇനിയും കാണാനിരിക്കുന്ന പാപ്പന്മാർ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലെത്തുന്ന ബോൺ നത്താലെ 2025 പ്രതിദാനം ചെയ്യുന്ന പാപ്പന്മാർ അതിനേക്കാൾ ഉപരിയായിട്ട് കുറേയേറെ സ്ഥലം അവർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികവുറ്റ കാഴ്ചകൾ ഏറ്റവും അടുത്ത് നിന്ന് കാണണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനെ അത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കഴിവതും 2 വശങ്ങളിലേക്ക് മാറി നിൽക്കുക. നമ്മുടെ പല പ്രായ ഭേദമന്യേ നാനാ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ബോൺ നത്താലയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവരെത്തുക. ഒരുപക്ഷെ ഇത്രയും സമയങ്ങൾ പിന്നിടുമ്പോഴും ആവർത്തിച്ച് നൃത്തവിസ്മയങ്ങൾ ഒരുക്കുമ്പോഴും ഏറ്റവും മികവുറ്റ കാഴ്ചകൾക്കായിട്ട് ഇനിയും നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ളൊരു ദൃഢനിശ്ചയം അവരുടെ ധ്വനികളിലുണ്ട്, അവരുടെ നൃത്തങ്ങളിലുണ്ട്, ഈ ഒരു കാത്തിരിപ്പിനാക്കം കൂട്ടുന്നതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് 6 വയസ്സുകാർ മുതൽ 60 വയസ്സുകാർ വരെയുള്ള പ്രായഭേദമന്യേ പാപ്പന്മാർ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. ഇപ്പോഴും തുടക്കം നമ്മുടെ ഇന്നത്തെ ബോൺ നത്താലയുടെ ആഘോഷയാത്രയ്ക്ക് തുടക്കം നിന്ന് അതിനെ ആമുഖമെന്നോളം നിങ്ങളെ സ്വാഗതം ചെയ്ത പാപ്പന്മാർ ഉൾപ്പെടെ നമ്മുടെ ഇന്നത്തെ സംഘാടക മികവിനൊപ്പം തന്നെ സ്വരാജ് അവിടെ പിന്നിടുമ്പോഴും ഇനിയും ഏറെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാത്ത പാപ്പന്മാർ ബാക്കിയാണ്. കാരണം അവർ കൂടി വലയം ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷപ്പെരുമയുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ബോൺ നത്താലെ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചകളുടെ നിങ്ങൾ അതിനായിട്ടുള്ള ഏറ്റവും സംഘാടന മികവ് നിങ്ങൾ ഓരോരുത്തരും കൂടി ഏറ്റെടുക്കണം എന്നുള്ളത് ഏറെ ഹൃദ്യമായ ഭാഷയിൽ നിങ്ങളോട് അറിയിച്ചുകൊള്ളട്ടെ. സംഘാടന മികവിനെ കുറിച്ച് പറയുമ്പോൾ ദിവസങ്ങളായി ഒരുപക്ഷെ ആഴ്ചകളോളം തന്നെ ഇതിനൊപ്പം നിൽക്കുന്ന പുരോഹിതർ, അതിനേക്കാൾ ഉപരി കന്യാസ്ത്രീകൾ, പലതരം സംഘടനകളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പോലീസ് സേന, അങ്ങനെ ഒരേ മനസ്സോടെ കരതലം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലുമൊക്കെയായി പ്രവർത്തിച്ചു വരുന്ന അനേക കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ രാപ്പകലില്ലാതെയുള്ള ശ്രമങ്ങളുടെ ഫലം കൂടിയായിട്ടാണ് ബോൺ നത്താല ഏറ്റവും മികവുറ്റ കാഴ്ചകൾ നിങ്ങൾക്കേക്ക് മുമ്പിലേക്ക് എത്തുക എന്നത്. ഇപ്പോഴും ഡാൻസിന് ശേഷമുള്ള ഏകദേശം ഒരു 15 മിനിറ്റുള്ള ഗ്യാപ്പുകളിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഡാൻസുകളുമായിട്ട് പാപ്പ എത്തുന്നത്. പക്ഷെ ആ ഗ്യാപ്പുകളിൽ പോലും അവർ തന്നെ ഉയർന്ന ശബ്ദത്തോടെ ആവേശത്തോടെ പാപ്പമാർ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെയും നമ്മൾ നിന്ന് നിൽപ്പിൽ മണിക്കൂറോളം പിന്നിടുമ്പോഴും അതിന്റെ ആവേശം ഒട്ടും ചോരാതെ ഇനിയും ഏറെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നീ
പ്രിയമുള്ളവരെ, നമ്മുടെ ഫ്ലോട്ടുകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. CLCയുടെ ക്ലീനിങ് പാപ്പമാർക്ക് തൊട്ടുപുറകിലുള്ള ക്രിസ്മസ് പാപ്പ അതോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് ഉള്ള വന്ന് ആമോദത്തോടെ ഞങ്ങൾ